നരസിംഹം വിഷ്ണു നമാമിഹം. ജയ് നരസിംഹ ശ്രീ നരസിംഹ ജയ് ജയ് നരസിംഹ. ജയ് പ്രഹ്ലാദേശ ജയ പത്മമുഖ മുഖ പത്മഭൃംഗ ഭക്തിവിനാശ നരസിംഹ ഭഗവാൻ की जय भक्त प्रहलाद महाराज की जय गुरुदेव महाराज की जय. गौरव प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി, ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ മല്ലിക ഹരേ മാതാജി, കൃഷ്ണ. ഹരേ കൃഷ്ണ ലൈല മാതാജി, ഹരേ കൃഷ്ണ യമുന മാതാജി, ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി, ഹരേ കൃഷ്ണ രാധിക മാതാജി, ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ ലതാമ മാതാജി. അത് ലളിത മാതാജി ആയിരിക്കും അല്ലേ? ഹരേ കൃഷ്ണ ലളിത മാതാജി, ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി, ഹരേ കൃഷ്ണ ശോഭന മാതാജി, ഹരേ കൃഷ്ണ വിലാസിനി മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി, ഹരേ കൃഷ്ണ രാധ മാതാജി, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് എടുക്കാമെന്ന് പറഞ്ഞത് പ്രശ്നോത്തരി. നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ജ്ഞാനാംബിക മാതാജിയുടെ ആ ഒരു അഭിപ്രായം കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കും. കാര്യം ഒരുപാടുണ്ട് അല്ലേ? ഇൻട്രഡക്ഷനും അതുപോലെ അതുപോലെ തന്നെ ബാക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തു പോയി. ഒന്നാമത്തെ അധ്യായത്തിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നോത്തരിക്കുള്ളത്. കാര്യം ഓവർവ്യൂ വരും, ഇൻട്രഡക്ഷൻ അതെല്ലാം വന്ന് പിന്നെ ഒരുപാട് പേര് നമ്മൾ പഠിച്ചില്ല. അതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ മറന്നു പോവാണ് അല്ലേ? കാര്യം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇടയ്ക്കൊന്ന് റിവ്യൂ ചെയ്തു പോകുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കുറച്ച് എപ്പിസോഡ് മുന്നേ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് അതിന് പ്രിപ്പയർ ചെയ്യാനായിട്ടൊന്നും പറ്റിയില്ല. കാര്യം ഞാൻ സുഖമില്ലാതിരിക്കുകയായിരുന്നു 2 ദിവസമായിട്ട്. ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ സംബന്ധമായിട്ടുള്ള ചില ജലദോഷവും പനിയും അങ്ങനെയൊക്കെയുള്ള ചില ഇത് കാരണം ഇരിക്കുകയായിരുന്നു. അതായത് എനിക്ക് തല നേരെ നിൽക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ ഒരാഴ്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരു അക്ഷരം എഴുതാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴായിരുന്നു തുടങ്ങുന്നതിന് മുൻപാണ് എഴുതി തുടങ്ങിയത്, പക്ഷെ തീർന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ഇല്ല. ഒരു 15 ചോദ്യം കഴിയുമ്പോൾ പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ഇല്ല. നിങ്ങൾ തന്നെ ആൻസർ പറയണം. എൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്നത് ഞാൻ ചോദിക്കുക, എൻ്റെ ഉത്തരം എഴുതുക, എന്നിട്ട് ഞാൻ പിന്നെ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. നിങ്ങളോട് ചോദിക്കുന്ന കൂടെ തന്നെ ഞാൻ ഇവിടെ പേപ്പറിൽ എഴുതി വെക്കാം, മറന്നു പോകാതിരിക്കാൻ, അതായത് സീരിയൽ നമ്പർ വിടാതിരിക്കാൻ. അങ്ങനെ ഞാൻ ശ്രമിക്കുകയാണ്. കാര്യം എനിക്ക് നേരത്തെ എഴുതാനായിട്ട് പറ്റിയില്ല, ഉള്ള സമയം കിട്ടിയില്ല. ഓക്കെ, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അപ്പം എന്താ പറയുന്നത്? ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ ഭഗവത്ഗീത പ്രശ്നോത്തരി ഓവർവ്യൂ, ആമുഖം തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അതിന് ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എടുത്തില്ലല്ലേ? റെഡിയല്ലേ? ചിലരെ ഒന്നും കാണുന്നേ ഇല്ല. നിങ്ങൾ കാണാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാ അത് ചോദ്യം പറയുന്നത്? നിങ്ങളൊക്കെ എവിടെയും കൊണ്ട് ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ അതോ ഉറങ്ങുവാണോ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഉടനെ ഒരു ക്ലാസ് കൂടി ഉള്ളതാണ്. ഇത് 3ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇനിയിപ്പോ ഒന്നുകൂടി ഉണ്ട്. പ്രഭുജി അറിഞ്ഞില്ല ഇന്ന് പ്രശ്നോത്തരി ആണെന്ന്. അത് ഇങ്ങനെ മാതാജി മാത്രം അറിയാതെ വരുന്നത്. ഇവരെല്ലാരും അറിഞ്ഞല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞതേ അല്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയതുമില്ല. ഞാൻ ഞാനും ഇതൊന്നും അറിഞ്ഞില്ല. ഞാൻ സമയം കിട്ടിയപ്പോ ഒന്ന് കയറിയതാ. കുഴപ്പമില്ല. ഗ്രൂപ്പില് മെസ്സേജ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മെസ്സേജ് വരുന്നതേ അല്ല. പ്രഭുജിയുടെ മെസ്സേജ് ഒന്നും എനിക്ക് കിട്ടുന്നതും ഇല്ല. ഞാനും ഇപ്പൊ അറിഞ്ഞത് വൈകുന്നേരമാ പ്രഭുജി അറിഞ്ഞത് ഇന്ന് പ്രശ്നോത്തരി ഉണ്ടെന്ന്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ വ്യാഴാഴ്ച ഇട്ടിരുന്നാണല്ലോ. അയ്യടാ, അറിയാതെ ശ്രദ്ധിച്ചില്ല. വ്യാഴാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇട്ടിരുന്നാണ്. ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാനത് കാരണം ഇനി ഇംഗ്ലീഷിൽ എഴുതി ആർക്കും മനസ്സിലാകണ്ടോ, ഞാൻ മലയാളത്തിലാണ് വളരെ വിഷമിച്ചിട്ടാണ് മലയാളത്തില് ടൈപ്പ് ചെയ്തത്.
എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് അഞ്ചു മനസ്സിലായില്ല എന്ത് ചെയ്യും? അതത് ഇല്ല, ഉം തിരക്കായി പോയി. സാരമില്ല, എല്ലാം എളുപ്പമുള്ളതാണ്. എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും എഴുതാനുള്ള സമയം കിട്ടാത്ത നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അത് അങ്ങനെ വരുന്നതല്ലല്ലോ പ്രഭു, ഏ അങ്ങനെ വരുന്നതല്ലല്ലോ. ആ ഓക്കെ. അപ്പം ഹരേ കൃഷ്ണ. ഭഗവത്ഗീത പ്രശ്നോത്തരി 1 ഓവർവ്യൂ, ആമുഖം. ഈ ഈ ഭാഗത്തെ ഇതാണ് ഒന്നാമത്തെ ചോദ്യം. എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? അപ്പൊ ഈ 15 ചോദ്യങ്ങള് എഴുതുമ്പം അത് ശ്രദ്ധിക്കേണ്ടത് 4 ഓപ്ഷൻസ് കാണും, എ, ബി, സി, ഡി. അപ്പൊ അതിൽ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം മാർക്ക് ചെയ്യുക 15 ചോദ്യങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് ഒറ്റ വാക്കിൽ എഴുതാനായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതായത് നിങ്ങൾ അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം മാത്രം എഴുതുക. ഞാൻ ചോദ്യം പറയും, എന്നിട്ട് ആ ചോദ്യം പറയുന്നതോടൊപ്പം എനിക്ക് ഇവിടെ എഴുതി വെക്കണം, അല്ലെ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഇന്നിങ്ങനെ ഒരു എക്സ്ക്യൂസ് ആണ്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് പണ്ടത്തെ സ്പിരിറ്റ് കിട്ടിയോ? സ്പിരിറ്റ് ഇല്ലാത്തൊരു കുറെ പേര് ഇപ്പോഴും ദേ ഇരുട്ടത്തിരിപ്പുണ്ട്. സ്പിരിറ്റ് ഉള്ളവരൊക്കെ ദേ ഇങ്ങനെ മുന്നേ വന്നിരിക്കുകയാണ്. തിരിച്ചേ ഉള്ളു പ്രഭു, ആ വേറൊന്നുമില്ല. മാതാജി സ്പിരിറ്റ് കൂടി ഒരു ഉത്തരം വിളിച്ച് പറയണ്ട കേട്ടോ. മാതാജിക്ക് അങ്ങനെ ഒരു സുഖമുള്ള ആദ്യം ഞാൻ എന്നുള്ള അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് ഒരു ഇതാണ് അറിയാതെ പറഞ്ഞു. അതുകൊണ്ട് തിരക്ക് പിടിക്കരുത്. ഇങ്ങനെ മിണ്ടാതെ ഉരിയാടാതെ ഇങ്ങനെ പറയല്ലേ, മിണ്ടാതെ എപ്പോഴാ കണ്ടത്? ഞാൻ അന്ന് നോക്കിയിട്ടില്ല, ചെന്ന് അറിഞ്ഞും കൂടെ മറന്നു പോയി. ഹരേ കൃഷ്ണ മാതാജി. ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് വലിയ മാതാജി, കുഴപ്പമില്ല, എല്ലാം അറിയാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, ഭഗവത്ഗീത യഥാരൂപം രചിച്ചതാരാണ്? ഭഗവത്ഗീത യഥാരൂപം രചിച്ചതാരാണ്? ഓപ്ഷൻ എ വേദവ്യാസൻ, ഓപ്ഷൻ ബി ഗണപതി, ഓപ്ഷൻ സി ശുകദേവ ഗോസ്വാമി, ഡി ശ്രീല പ്രഭുപാദർ. ഭഗവത്ഗീത യഥാരൂപം രചിച്ചതാരാണ്? വളരെ ശ്രദ്ധിച്ച് എഴുതണം, അതായത് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന എന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഉത്തരം എഴുതണം. ഭഗവത്ഗീത യഥാരൂപം രചിച്ചതാരാണ്? ഒന്നുകൂടെ പറഞ്ഞു കേട്ടില്ല. ചോദ്യം ചോദ്യം, ഒന്നുകൂടെ പറയുന്നത് ഭഗവത്ഗീത യഥാരൂപം, ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അതിന്റെ രചയിതാവ് ആരാണ്? എ വേദവ്യാസൻ, ബി ഗണപതി ഭഗവാൻ, സി ശുഗബ്രഹ്മർഷി, ഡി ശ്രീല പ്രഭുപാദർ. ഗണപതി. ഡി ശ്രീല മൂന്നാമത്തെ പ്രഭുപാദർ. ഭഗവത്ഗീത യഥാരൂപം തന്നെ രചയിതാവ് ആരാണ്? എ വേദവ്യാസൻ, ബി ഗണപതി, സി ശുകദേവ് ഗോസ്വാമി, ഡി ശ്രീല പ്രഭുപാദർ. രണ്ടാമത്തെ ചോദ്യം, ഉത്തരത്തിന് മുഴുവൻ ഉത്തരം എഴുതാൻ പോകണ്ട. ഇവിടെ ഇനി പറയുമ്പോൾ 15ാമത്തെ ചോദ്യം കഴിയുമ്പോൾ ഉത്തരം മുഴുവനായിട്ട് എഴുതണം. ഇപ്പൊ ഇതിനുള്ളതിൽ എയോ മനസ്സിലായില്ല. ബിയോ സിയോ ഡിയോ, ഇതിൽ 4 ഉത്തരത്തിൽ ഏത് ഉത്തരമാണെന്ന് മാത്രം, അതിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണെന്ന് മാത്രം മാർക്ക് ചെയ്യണം. പുതിയതായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഭഗവത്ഗീത ഉപദേശിച്ച സ്ഥലം ഏതാണ്? എ ഹസ്തിനപുരി, ബി ഇന്ദ്രപ്രസ്ഥം, സി കുരുക്ഷേത്രം, ഡി മഥുര. ഭഗവത്ഗീത ഉപദേശിച്ച സ്ഥലം ഏതാണ്? എ ഹസ്തിനപുരി, ബി ഇന്ദ്രപ്രസ്ഥം, സി കുരുക്ഷേത്രം, ഡി മഥുര. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഭഗവത്ഗീത പ്രഭു എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അതൊന്ന് ഭഗവത്ഗീത ഉപദേശിച്ച സ്ഥലം. എന്റെ മാതാജി, എനിക്ക് ഇതിൽ കൂടുതൽ സൗണ്ട് പറയാനായിട്ട് പറ്റില്ല. ബാക്കി എല്ലാവരും കേട്ടു എന്നാ തോന്നുന്നു. കേട്ടോ? എല്ലാവർക്കും കേൾക്കാരെന്നോ? കേൾക്കാം 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 കേൾക്കാം. എന്റെ എനിക്ക് ഇടയ്ക്ക് ഇതാകുന്നു ത്രോട്ടിനും പ്രഭു, എന്റെ അതുകൊണ്ട് തലയ്ക്കും എല്ലാം പ്രശ്നമാണ്. ഇതിൽ കൂടുതൽ എനിക്ക് ഒച്ച പറയാനായിട്ട് വയ്യ മാതാജി. ക്ലിയർ ആണ്. മാതാജി, ആ മൊബൈൽ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് വെച്ച് നോക്കി, അല്ലെങ്കിൽ ചെവിയിൽ വെക്കുന്ന സാധനം ഉണ്ട് അതിൻ്റെ അകത്തൊന്ന് വെച്ച് കേട്ട് നോക്കിക്കേ. നെറ്റിന്റെ പ്രശ്നം ഉണ്ടാവും മാതാജിക്ക്, അതായിരിക്കും. ആയിരിക്കാം, അല്ലാതെ ഇവിടുത്തെ സൗണ്ടിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാതാജി. കാര്യം അല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും പറഞ്ഞേനെ.
ആ, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്? എ മഹാഭാരതം, ബി ശ്രീമദ് ഭാഗവതം, സി വേദങ്ങൾ, ഡി ഉപനിഷത്ത്. മൂന്നാമത്തെ ചോദ്യം, ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ മഹാഭാരതം, ബി ശ്രീമദ് ഭാഗവതം, സി വേദങ്ങൾ, ഡി ഉപനിഷത്തുകൾ. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു വിഷമമുള്ള ഒന്നുമില്ല. ആരും ഓടി ഒളിക്കുകയൊന്നും വേണ്ട. ആരൊക്കെയോ എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടോ എക്സിറ്റ് ആണ്ടേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരാഴ്ച മുൻപേ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് റെഡി ആയിരിക്കുമായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും മറന്നു പോകും. എന്ന് പറഞ്ഞാൽ അല്ലല്ലേ, പെട്ടെന്ന് വരും. നമ്മൾക്ക് ഈ തലേദിവസം പഠിക്കുന്ന പരിപാടിയല്ലേ എല്ലാവർക്കും? അതേ ഉള്ളൂ. തലേദിവസം നമ്മൾ പണ്ടും അങ്ങനെയല്ലായിരുന്നോ? നമ്മുടെ സ്കൂളിലായിരുന്നു പരീക്ഷയുടെ തലേദിവസമുള്ള പഠിത്തം. ഞാനും അങ്ങനെ തന്നെയല്ലേ ചെയ്തേ? തലേദിവസം ചെയ്യാനായിട്ട് നോക്കി. ഇന്നലെ ഞാൻ പേപ്പറൊക്കെ എടുത്ത് ഓഫീസിൽ എത്ര തവണ ഇരുന്നെന്നറിയോ? ഒന്നാമത് തല നേരെ നിൽക്കുന്നില്ല. ഒന്ന് എഴുതാനായിട്ട് ഒരു കൈ വെക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഇതാ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ 3-4 പേര് മീറ്റിങ്ങിന് വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് എനിക്കത് നടന്നില്ല. അത് കഴിഞ്ഞ് രാത്രി വന്ന് ഞാൻ നോക്കിയിട്ട് തല നേരെ നിൽക്കുന്നില്ല. രാവിലെ എണീറ്റ് വെക്കാൻ നോക്കുമ്പോൾ രാവിലെ ഇപ്പം ഞാൻ പറയില്ലേ, 2 ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കുന്നത്. നടന്നില്ല. അപ്പൊ അടുത്തത് നമ്മൾ എത്രാമത്തെ മൂന്നാമത്തെ അല്ലേ പറഞ്ഞേ? മൂന്നാമത്തെ ഒന്ന് നാലാമത്തെ. പറഞ്ഞു. ഇനി 4. ഇനി 4. ഭഗവത്ഗീത ഏത് പർവ്വത്തിൽ നിന്നുള്ളതാണ്? ഭഗവത്ഗീത ഏത് പർവ്വത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ ദ്രോണപർവം, ബി ഭീഷ്മപർവം, സി ആദിപർവം, ഡി ഉപപർവം. ഭഗവത്ഗീത ഏത് പർവ്വത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ ദ്രോണപർവം, ബി ഭീഷ്മപർവം, സി ആദിപർവം, ഡി ഉപപർവം. നാലാമത്തെ എന്തോന്ന്? നാലാമത്തേത്, ഭഗവത്ഗീത ഏത് പർവ്വത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ ദ്രോണപർവം, ബി ഭീഷ്മപർവം, സി ആദിപർവം, ഡി ഉപപർവം. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ലേറ്റ് ആയി പോയോ? ഇച്ചിരി ലേറ്റ് ആയി പോയി, ശാലം ലേറ്റ് ആയി പോയി. 4 ചോദ്യം കഴിഞ്ഞു. ഇനി 5-ാമത്തെ ചോദ്യത്തിലേക്കാണ്. ആ, 5-ാമത്തെ ചോദ്യം, ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് എത്ര സമയം കൊണ്ടാണ്? എല്ലാം നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞാണ്. ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് ഏകദേശം എത്ര സമയം കൊണ്ടാണ്? എ 1 മണിക്കൂർ കൊണ്ട്, ബി 1.5 മണിക്കൂർ കൊണ്ട്, സി 45 മിനിറ്റ് കൊണ്ട്, ഡി 2 മണിക്കൂർ കൊണ്ട്. ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് ഏകദേശം എത്ര സമയം കൊണ്ടാണ്? എ 1 മണിക്കൂർ കൊണ്ട്, ബി 1.5 മണിക്കൂർ കൊണ്ട്, സി 45 മിനിറ്റ് കൊണ്ട്, ഡി 2 മണിക്കൂർ കൊണ്ട്. അടുത്തത് 6-ാമത്തെ ചോദ്യം, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാം? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെല്ലാം? 1 എ ജീവ, ബി പരമാത്മ, സി പ്രകൃതി, ഡി മേൽ പറഞ്ഞതെല്ലാം. വളരെ ആലോചിച്ച് ഉത്തരം എഴുതണം. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ താഴെ പറഞ്ഞിട്ടുള്ളവയിൽ ഏതാണ്? എ ജീവ, ബി പരമാത്മ, സി പ്രകൃതി, ഡി മേൽ പറഞ്ഞതെല്ലാം. അല്ല. അടുത്തത് 7-ാമത്തെ ചോദ്യം, ശാന്തനു മഹാരാജാവിന്റെ ആദ്യ പത്നി ആരായിരുന്നു? ശാന്തനു മഹാരാജാവിന്റെ ആദ്യ പത്നി ആരായിരുന്നു? എ യമുന, ബി സത്യവതി,
സി ഗംഗ, ഡി സരസ്വതി. ശാന്തനു മഹാരാജാവിന്റെ ആദ്യ പത്നി ആരായിരുന്നു? എ യമുന, ബി സത്യവതി, സി ഗംഗ, ഡി സരസ്വതി. അടുത്തത് 8ാമത്തെ ചോദ്യം. വേദവ്യാസ മഹർഷിയുടെ അമ്മ ആരായിരുന്നു? വേദവ്യാസ മഹർഷിയുടെ അമ്മ ആരായിരുന്നു? എ ഗംഗാദേവി, ബി സത്യവതി, സി അംബിക, ഡി കാവേരി. വേദവ്യാസ മഹർഷിയുടെ അമ്മയുടെ നാമധേയം താഴെ പറയുന്നവയിൽ ഏതാണ്? എ ഗംഗാദേവി, ബി സത്യവതി, സി അംബിക, ഡി കാവേരി. അടുത്തത് 9ാമത്തെ ചോദ്യം. വേദവ്യാസ മഹർഷിയുടെ അച്ഛന്റെ നാമധേയം താഴെ പറയുന്നവയിൽ ഏതാണ്? എ ഗൗതമ മഹർഷി, ബി വസിഷ്ഠ മഹർഷി, സി പരാശര മുനി, ഡി വിശ്വാമിത്ര മഹർഷി. ഒന്നുകൂടെ, വേദവ്യാസ മഹർഷിയുടെ അച്ഛൻ ആരായിരുന്നു? എ ഗൗതമ മഹർഷി, ബി വസിഷ്ഠ മഹർഷി, സി പരാശര മുനി, ഡി വിശ്വാമിത്ര മഹർഷി. ഓക്കെ, അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യം. സത്യവതിയിൽ ഉണ്ടായ മക്കളിൽ ആദ്യം മരണപ്പെട്ടയാൾ. സത്യവതിക്കുണ്ടായ മക്കളിൽ ആദ്യം മരണപ്പെട്ടയാള് ആരായിരുന്നു? എ ചിത്രാംഗതൻ, ബി വിതുരൻ, സി വിചിത്രവീര്യൻ, ഡി ധൃതരാഷ്ട്രർ. സത്യവതിയിൽ ഉണ്ടായ മക്കളിൽ ആദ്യം മരണപ്പെട്ടയാൾ ആരായിരുന്നു? എ ചിത്രാംഗതൻ, ബി വിതുരൻ, സി വിചിത്രവീര്യൻ, ഡി ധൃതരാഷ്ട്രൻ. അടുത്തത് 11ാമത്തെ ചോദ്യം. വിചിത്രവീര്യന്റെ ഭാര്യമാരിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഉത്തരമായിട്ടുള്ളത്? ആരാണ് വിചിത്രവീര്യന്റെ ഭാര്യ താഴെ പറയുന്നവയിൽ? എ അംബ, ബി ഉത്തര, സി അംബിക. എല്ലാം തെറ്റാണ്. ഡി എല്ലാം തെറ്റാണ്. വിചിത്രവീര്യന്റെ ഭാര്യമാരിൽ ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ ഏതാണ്? എ അംബ, ബി ഉത്തര, സി അംബിക, ഡി എല്ലാം തെറ്റാണ്. അടുത്തത് 12ാമത്തെ ചോദ്യം. ഭീഷ്മരെ കൊല്ലാൻ പ്രതിജ്ഞയെടുത്ത രാജകുമാരി ആരായിരുന്നു? ഭീഷ്മരെ കൊല്ലാൻ പ്രതിജ്ഞയെടുത്ത രാജകുമാരി ആരായിരുന്നു? എ അംബിക, ബി അംബാലിക, സി ദ്രൗപദി, ഡി അംബ. ഭീഷ്മരെ കൊല്ലാൻ പ്രതിജ്ഞയെടുത്ത രാജകുമാരി ആരായിരുന്നു? എ അംബിക, ബി അംബാലിക, സി ദ്രൗപദി, ഡി അംബ. അടുത്തത് ധൃതരാഷ്ട്രരുടെ അമ്മയുടെ പേര് ആര്? ധൃതരാഷ്ട്രരുടെ അമ്മയുടെ പേര് ആര്? എ അംബിക, ബി മാദ്രി, സി ഒന്നുകൂടെ എനിക്ക് തെറ്റിപ്പോയി കേട്ടോ.
ധൃതരാഷ്ട്രയുടെ അമ്മയുടെ പേര് ആരാണ്? എ അംബാലിക, ബി മാദ്രി, സി അംബിക, ഡി കുന്തി. ധൃതരാഷ്ട്രരുടെ അമ്മയുടെ പേര് എ അംബാലിക, ബി മാദ്രി, സി അംബിക, ഡി കുന്തി. എന്തോന്ന്? 14ാമത്തെ ചോദ്യം. പാണ്ഡുവിന്റെ പത്നിമാർ താഴെ പറയുന്നവരിൽ ആരാണ്? പാണ്ഡുവിന്റെ പത്നിമാർ. എ മാദ്രി, ബി കുന്തി, സി ഗാന്ധാരി, ഡി എയും ബിയും ശരി ഉത്തരമാണ്. പാണ്ഡുവിന്റെ പത്നിമാർ താഴെ പറയുന്നവരിൽ ആരാണ്? എ മാദ്രി, ബി കുന്തി, സി ഗാന്ധാരി, ഡി എയും ബിയും ശരി ഉത്തരങ്ങളാണ്. അയ്യോ എഴുതിയില്ല പാണ്ഡുവിന്റെ ഭാര്യമാരാ പറഞ്ഞത്. മനസ്സിലായില്ല പ്രഭു എന്നോട് പറയണം. ഒന്നുകൂടെ പറയാം. പ്രഭു, ഒന്നുകൂടെ പറയാം. 13 ഒന്നുകൂടെ പറയണം. പാണ്ഡു- 13 ഒന്നുകൂടെ ആദ്യം പറയൂ. പാണ്ഡുവിന്റെ പാണ്ഡുവിന്റെ പത്നിമാരിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം? ഓക്കെ. എ എന്ന് പറയുന്നതിന്റെ ഉത്തരം മാദ്രി, ബി എന്ന് പറഞ്ഞാൽ കുന്തി, സി എന്ന് പറഞ്ഞാൽ ഗാന്ധാരി, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ശരിയാണ് എന്നുള്ളതാണ്. ഡി. അത് പിന്നെ 14 അല്ലേ പ്രഭു? ഇത് 14 പറഞ്ഞത്. 13 ഒന്ന് പറഞ്ഞാട്ടോ, അത് ഞാൻ വിട്ടു. 13 ധൃതരാഷ്ട്രരുടെ അമ്മയുടെ പേര് എ അംബാലിക, ബി മാദ്രി, സി അംബിക, ഡി കുന്തി. അടുത്തത് 15. ഇത്രയും ചോദ്യങ്ങള് വളരെ വളരെ ഈസി ആയിരുന്നു അല്ലേ? ഇനി അങ്ങോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ആർക്കറിയാം? ധൃതരാഷ്ട്രർക്ക് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? ധൃതരാഷ്ട്രർക്ക് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? എ 100, ബി 101, സി 1000, ഡി എല്ലാം തെറ്റാണ്. ധൃതരാഷ്ട്രർക്ക് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? പുത്രന്മാരല്ലേ ചോദിച്ചിട്ടുള്ളൂ പ്രഭു? ഏ പുത്രന്മാർ മാത്രമല്ലേ? അതെ അതെ, പുത്രന്മാർ മാത്രം. ധൃതരാഷ്ട്രർക്ക് എത്ര പുത്രന്മാർ? മാതാജി ഉത്തരത്തിലേക്ക് എത്തുവാണല്ലോ. അവിടെ കറക്റ്റ് വന്നു. മാതാജി ക്ലൂ കൊടുക്കുവാണല്ലോ. മാതാജിക്ക് മാതാജി അവിടെ മൈനസ് മാർക്ക്. കറക്റ്റ് ചെയ്തു. മൈനസ് കറക്റ്റ് ചെയ്തു. തെറ്റിപ്പോയവരൊക്കെ ഇപ്പൊ ശരിയാക്കി. ധൃതരാഷ്ട്രർക്ക് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? എ 100, ബി 101, സി 1000, ഡി എല്ലാം തെറ്റാണ്. ഹരേ കൃഷ്ണ. അടുത്തത് 16ാമത്തേതാണ്. ഇനിയുണ്ട് 15 അല്ലേ? ഇനി അടുത്തത് 16. 15 ചോദ്യമുള്ളന്നല്ലേ പറഞ്ഞു. 15 ചോദ്യം ഞാൻ എഴുതി കഴിഞ്ഞത്. ഇനിയുള്ളത് ചോയ്സ് ഉള്ളത് 15 പറഞ്ഞു. ചോയ്സ് ഉള്ളത്. ഇനി അടുത്തത് ഞാൻ ചോദിക്കുകയാണ്. ഒറ്റ ഉത്തരേ ഉള്ളൂ. ചോയ്സ് ഇല്ലാത്തത്. ഇനി ക്ലൂ ഒന്നുമില്ല. ക്ലൂ ഇല്ല. 4 ഓപ്ഷൻസ് ഒന്നുമില്ല. ഒറ്റ ഉത്തരം മാത്രം. അത് എഴുതുക. ഉത്തരം പൂർണ്ണമായിട്ട് എഴുതണം. ABCD ഇല്ല. അടുത്തത് 16. ഇപ്പോഴത്തെ വേദവ്യാസ മഹർഷി എത്രാമത്തെ വ്യാസദേവനാണ്? അതായത് ഇപ്പോൾ നമ്മൾ പറയപ്പെടുന്ന നമ്മളിപ്പോ ഈ കലിയുഗത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഈ വ്യാസ മഹർഷി എത്രാമത്തേതാണ്? ഓപ്ഷൻസ് ഇല്ല. ഇല്ല. എഴുതണോ? പേര് എഴുതണോ? പേര് ഫുള്ളായിട്ട് എഴുതണം. ഓപ്ഷൻസ് ഇല്ല. അല്ല, പേര് അതല്ലേ എത്രാമത്തെ നമ്പർ എഴുതിയാൽ മതി. നമ്പർ നമ്പർ എഴുതിയാൽ മതി.
രാധിക മാതാജിക്ക് റാങ്ക് ഉണ്ട് ഇനി പേടിയുണ്ട്. അടുത്തത് ഭീഷ്മദേവരുടെ പേര്, ശരിക്കുള്ള പേരെന്താണ്? ഭീഷ്മരല്ലേ ചോദിച്ച്? ഭീഷ്മദേവരുടെ ശരിയായിട്ടുള്ള പേര് എന്താണ്? ഓക്കെ ഓക്കെ. ജ്ഞാനാംബിക മാതാജിക്ക് സംശയമാണല്ലോ. മറന്നുപോയങ്ങ്. ഇനി അടുത്തത് ഗാന്ധാര രാജ്യം ഇപ്പോഴത്തെ ഏത് സ്ഥലമാണ്? എന്താ? ഗാന്ധാര രാജ്യം ഇപ്പോഴത്തെ ഏത് സ്ഥലമാണ്? എനിക്ക് മനസ്സിലായില്ല. എന്ത് രാജ്യം? ഗാന്ധാര രാജ്യം, ഗാന്ധാരിയുടെ സ്ഥലം ഗാന്ധാര രാജ്യം. അത് ഇപ്പോഴത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അടുത്തത് 19ാമത്തെ ചോദ്യം. ധൃതരാഷ്ട്രർ അന്ധനായി ജനിക്കാൻ ഉണ്ടായ കാരണമെന്ത്? രണ്ട് കാരണങ്ങളുണ്ട്. നമ്മൾ ഭൗതികമായി കാണുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തിൽ സംഭവിച്ച കാര്യങ്ങളും. ഇതിൽ ഏതെഴുതിയാലും ഉത്തരം ശരിയാക്കി തരാം. ഇനി അടുത്തത് 20ാമത്തെ ചോദ്യം. അതെല്ലാം വരും. 20ാമത്തെ ചോദ്യം ആയോ? 15-ന് ശേഷം കഷ്ടം തന്നെ. അത് പ്രഭു ഭയങ്കര സംശയങ്ങൾ വരും. പ്രഭു നല്ല വൈസ് ചാൻസലർ ആണ്, എക്സാമിനർ ആണ്. 15 ഇന്ന് 15 ഒതുക്കിയാ മതി. ഓക്കെ, അടുത്തത്. ആ 15ന്റെ കേട് തീർന്നു, ബാക്കിയുള്ളത്. ആഹാ. അടുത്തത് 20ാമത്തെ ചോദ്യം. അറിയാന്നുള്ളത് പോലും മറന്നോളൂ. ധൃതരാഷ്ട്ര യുധിഷ്ഠിരന്റെ പിതാവ് ആരായിരുന്നു? ഏത് പിതാവാണ് ശരിക്കുള്ള യുധിഷ്ഠിരന് പിതാവ്? യുധിഷ്ഠിരന്റെ ധർമ്മപിതാവ്. അത് ഈ യുധിഷ്ഠിരന്റെ പേര് വന്ന സമയത്തുള്ളതല്ലേ പ്രഭു? യുധിഷ്ഠിരന്റെ യുധിഷ്ഠിരന്റെ ധാർമ്മികമായിട്ടുള്ള പിതാവ് ആരായിരുന്നു? 5 മക്കളുടെ പിതാവ്. ഭൗതികമായിട്ടുള്ളതല്ല. ഓ, ധാർമ്മികമായിട്ടുള്ളത്. അടുത്ത 21ാമത്തെ ചോദ്യം. ഇനിയോ? ഇനിയോന്നോ? യുധിഷ്ഠിരന് അടുത്തത് നകുല സഹദേവന്മാരുടെ പിതാവിന്റെ നാമധേയം, ധാർമ്മിക പിതാവിന്റെ. 21 അതെ അതെ.
ആരൊക്കെ ആൻസർ കേൾക്കുന്നുണ്ട് പ്രഭു, എല്ലാരും മ്യൂട്ട് ആക്കിക്കോളൂ. എല്ലാരും മ്യൂട്ട് ആക്കി. ആരൊക്കെയോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. മല്ലിക മാതാജി ഇടയ്ക്ക് ഒന്ന് രണ്ട് ആൻസർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞില്ല. ഇപ്പോഴല്ല, കുറച്ചു മുൻപേ മാതാജി വിളിച്ചു പറഞ്ഞതല്ല, മാതാജി മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുതുമായിരുന്നു. ഞങ്ങൾ കേട്ടു എന്നുള്ളൂ. അടുത്തത് 22. അംബയുടെ പുനർജന്മം ആരായിരുന്നു? അയ്യോ, അറിയായിരുന്നല്ലോ, മറന്നു. അമ്പയുടെ പുനർജന്മം അല്ലേ അതെ, ചോദിച്ചേ? അംബയുടെ പുനർജന്മം ആരായിരുന്നു? ഓക്കെ ഓക്കെ. അടുത്തത് 23. ദ്രൗപദിയുടെ സഹോദരന്റെ നാമധേയം. ദ്രൗപദിയുടെ സഹോദരന്റെ നാമധേയം. അടുത്ത് വിരാടരാജന്റെ പുത്രിയുടെ നാമധേയം എന്താണ്? വിരാടരാജന്റെ ഏ? വിരാടരാജന്റെ പുത്രിയുടെ നാമധേയം. ഓക്കെ ഓക്കെ. മതിയോ അതോ ഇനിയും പോണം മുന്നോട്ട്? എത്രയായി? 24. ഒന്നും കൂടി ആയി 25 ആയി. 25 കൊണ്ട് നിർത്തണോ? കുഴപ്പമില്ല, ഇഷ്ടം. അതന്നെ ഏ സാരല്ല, ഞങ്ങൾ കുഴപ്പമില്ല പ്രഭു. അത് തെറ്റിയാലും ഒന്നും ഇല്ലല്ലോ പ്രഭു. പ്രഭു അല്ലേ വഴക്ക് പറയത്തുള്ളൂ, സാരമില്ല. ഞാൻ വഴക്കൊന്നും പറയത്തില്ല മാതാജി. എന്തിനാ വഴക്ക് പറയുന്നത്? ഇനി അടുത്തത് 25. 5. 25. ശംഖുകളെ പറ്റി 24 എന്തുവായിരുന്നു? എന്തോ വിരാട് രാജാവിന്റെ പുത്രിയുടെ പേര്. വിരാട രാജാവിന്റെ പുത്രിയുടെ പേര് എന്താണ്? ശംഖുകളൊന്നും ചോദിച്ചില്ല പ്രഭു. ഇനി അടുത്തത് കർണന്റെ 25 കർണന്റെ അമ്മയുടെ നാമധേയം. കർണന്റെ വളർത്തമ്മയുടെ ആണ്. വളർത്തമ്മേ? വളർത്തമ്മയുടെ നാമധേയം. അയ്യോ, അച്ഛനാണോ അമ്മയാണോ പേരുള്ളത്? മാതാജി അവിടെ ഡിസ്കസ് ചെയ്യാതെ മാതാജി. അതിരതനന്റെ പാണ്ഡുവിന്റെ കൂടെ തന്നെ ചിതയിൽ പ്രവേശിച്ച ഇനിയുണ്ടോ? പാണ്ഡുവിന്റെ പത്നിയുടെ നാമധേയം. 26. കേട്ടില്ല പ്രഭു. പാണ്ഡുവിന്റെ കൂടെ തന്നെ ചിതയിൽ പ്രവേശിച്ച പത്നി ആരായിരുന്നു? ഇനി അടുത്തത് 25 27. ഇനി അടുത്ത ചോദ്യം 27 ആണ്.
26 എന്ന് പറഞ്ഞ 26 26. പാണ്ഡുവിന്റെ കൂടെ 27. പ്രവേശിച്ച ആ, പത്നിയുടെ പേര്. അത് 26. 25 എന്ന് പറഞ്ഞാട്ടെ. 25 കർണന്റെ വളർത്തമ്മയുടെ പേര്. ഉം. ചോ, മറന്നുപോയി. ഇനി അടുത്തത് വിതുരർ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? ആര് ആരാണ് വിതുരർ അല്ലെങ്കിൽ വിതുരൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? ഉം. മറന്നുപോയി അതെല്ലാം. മറന്നുപോയോ മാതാജി? അതൊക്കെ മറന്നുപോയി. 28 അറിയായിരുന്നു, മറന്നുപോയി. ഒരു മുനിയുടെ എല്ലാം നല്ലോണം അറിയായിരുന്നു, എല്ലാം മറന്നുപോയി. കുറച്ച് മറന്നു. 28 ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും വിതുരരുടെയും ധാർമ്മിക പിതാവിന്റെ നാമധേയം. ധൃതരാഷ്ട്രം പാണ്ഡുവിന്റെ പാണ്ഡുവിന്റെയും വിതുരരുടെയും പിതാവിന്റെ നാമധേയം. ധാർമ്മിക പിതാവാണ്. കാൻഡിഡ് ഓയിൽമെന്റ് അല്ലേ വാങ്ങിച്ച? ആ പൗഡർ വെച്ച എല്ലാം കൂടെ ഇനി അടുത്ത് 29. കൃഷ്ണ 29ാമത്തെ ചോദ്യം. കർണന്റെ പൂർവ്വജന്മം ആരായിരുന്നു? പേര് മറന്നുപോയല്ലോ. കർണന്റെ പൂർവ്വജന്മം ആരായിരുന്നു? അയ്യോ, അത് ഔട്ട് ഓഫ് സിലബസ് ആണോ? അല്ല, ഇത് അതാണ്. പറഞ്ഞിട്ടുള്ള അല്ല, പറഞ്ഞിട്ടുള്ള, പക്ഷെ മറന്നുപോയി. പറഞ്ഞതാ പറഞ്ഞതാണ് ആ ശാപം ഒക്കെ പറഞ്ഞത്, പക്ഷെ ആളിനെ മറന്നുപോയി. ശരിയാണ്, ഒത്തിരിയും പറഞ്ഞു തന്നോണ്ടപ്പോ എല്ലാരെയും കൂടെ തിരിഞ്ഞു പോവുക. അയ്യോ, ഇനി അടുത്ത സത്യം. ലാസ്റ്റ് ചോദ്യം. കർണന്റെ പൂർവ്വജന്മം ആരാ? നമ്മളെ എഴുതിയും വെച്ചിട്ടുണ്ട്, പക്ഷെ മറന്നുപോയി. ഇനി അടുത്ത് 30ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മറവി ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ഓർമ്മ പുതുക്കുന്ന ചടങ്ങിലേക്ക് പോവാണ്. അപ്പൊ 30ാമത്തെ ചോദ്യം എന്താണ്? 30ാമത്തെ ചോദ്യം ചോദിക്കേണ്ടത് ഭഗവാനോട് ചോദിക്കും. ഒരെണ്ണം ഓർമ്മയുള്ള ചോദ്യം ചോദിക്കണേ. ഓർമ്മയുള്ള ബാക്കിയെല്ലാം മറന്നു, പലതും കൂടെ കൺഫ്യൂഷനായി ഇപ്പൊ. ഒത്തിരി ചോദ്യം കേട്ടിട്ട്. അതാണല്ലോ പരീക്ഷ എന്ന് പറയുന്നത്. അതെ അല്ലേ? പ്രഭു, അല്ല, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ കൈ കാണുമല്ലോ. ക്വസ്റ്റ്യൻ കയ്യിലുണ്ടെങ്കിൽ ഒത്തിരി നേരം ആലോചിച്ച് എഴുതാം. ഇതൊന്നുമില്ലല്ലോ. പ്രഭുവിന്റെ പ്രായമാണ് നമ്മളൊക്കെ. പ്രഭുവിനെക്കാട്ടിലും നമുക്കൊക്കെ ഓർമ്മശക്തി പോയി. വയസ്സായ നമ്മളെയായിട്ട് ഈ കൊരക്കുകൾ എത്തിക്കുന്നേ, എന്താ പറയുക. എന്റെ ദൈവമേ, എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ നിങ്ങൾ ഈ സീറ്റിലിരുന്ന എന്റെ അവസ്ഥ അത് തന്നെ ആയിരിക്കും. വേറെ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് തെറ്റിക്കോട്ടെ, സാരമില്ല. അത് കുറച്ച് രസമല്ലേ, അതൊക്കെ കുറച്ച് തെറ്റിക്കോട്ടെ, സാരമില്ല. ആ ഒരു സ്പിരിറ്റിൽ എടുക്കണം അല്ലേ? ആ, അങ്ങനെ തെറ്റിക്കോട്ടെ എല്ലാം തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അല്ല, കുഴപ്പമില്ല. എന്തായാലും തെറ്റിക്കണം, ഇത്ര ഓർമ്മ നിക്കത്തില്ല നമുക്ക്. 30ാമത്തെ പറഞ്ഞില്ല ക്വസ്റ്റ്യൻ. അടുത്തത് 30ാമത്തെ ചോദ്യം. 30ാമത്തെ ചോദ്യം അത് എളുപ്പമുള്ളതായിരിക്കണേ. ദ്രൗപദി എവിടെ നിന്നാണ് ജന്മം കൊണ്ടത്? ദ്രൗപദി എവിടെ നിന്നാണ് ജന്മം കൊണ്ടത്? പഠിച്ചു വെച്ചൊന്നും പ്രഭു ചോദിച്ചില്ല. ശംഖിന്റെ പേര് ഞാൻ ഞാനിത് ശ്ലോകത്തിന്റെ ഒന്നും നമ്പരേ വായിച്ചില്ല. പറഞ്ഞില്ല മാതാജി. ഞാൻ ശ്ലോകത്തിന്റെ നമ്പരേ പറഞ്ഞില്ലായിരുന്നു കേട്ടോ. ഒന്നും പറഞ്ഞില്ല.
ഞാൻ പറഞ്ഞതൊന്നും അല്ല ആമുഖം പറഞ്ഞത്. ഇൻട്രഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ, അത്രേ പഠിച്ചതേ ഉള്ളൂ. അങ്ങോട്ടുള്ളത് നോക്കിയതും ഇല്ല. അങ്ങോട്ടേക്കൊന്നും ഞാൻ അതുകൊണ്ട് ശ്ലോകം ഒന്നും തുടങ്ങിയിട്ടേ ഇല്ല. ശ്ലോകമൊക്കെ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ടായിരിക്കും. അടുത്ത ആഴ്ചയിൽ ഇത് പ്രശ്നോത്തരി തന്നെ വേണോ അതോ ഇനി ക്ലാസ് കണ്ടിന്യൂ ചെയ്യണോ? ഇടയ്ക്കിടയ്ക്ക് മതിയോ? അതോ ഒരുപാടുണ്ട് അതുകൊണ്ട് അത് കവർ ചെയ്തിട്ട് പോകണമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പ്രഭുജി 1 തൊട്ട് 4 വരെ ഒന്നുകൂടെ ഒന്ന് പറയണേ. ആ, ഒന്നാമത്തെ ചോദ്യം, ശന്തനു ഭഗവത്ഗീത യഥാരൂപം രചിച്ചത് ആരാണ്? എ വേദവ്യാസൻ, ബി ഗണപതി. 30 പറഞ്ഞില്ല. 30 ദ്രൗപദി ദ്രൗപദി എവിടെ പറഞ്ഞു നിന്നാണ് ജന്മം കൊണ്ടത്? പറഞ്ഞു ദ്രൗപദി എവിടെ നിന്നാണ് ജന്മം കൊണ്ടത്? ഇനി ഒന്നാമത്തെ ചോദ്യം മുതൽ നാലാമത്തെ ഞാൻ മാതാജി കയറാഞ്ഞുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ട് പറഞ്ഞുതരാം. വളരെ ഫാസ്റ്റിൽ എഴുതി പോകണം. 1 ഭഗവത്ഗീത യഥാരൂപത്തിന്റെ രചയിതാവ് എ വേദവ്യാസൻ, ബി ഗണപതി, സി സുഖദേവ ഗോസ്വാമി, ഡി ശ്രീല പ്രഭുപാദർ. രണ്ടാമത്തെ ചോദ്യം, ഭഗവത്ഗീത ഉപദേശിച്ച സ്ഥലം എ ഹസ്തിനപുരി, ബി ഇന്ദ്രപ്രസ്ഥം, സി കുരുക്ഷേത്രം, ഡി മധുര. കുരുക്ഷേത്രം. ആരാ അവിടെ നിന്ന് വിളിച്ചു പറയുന്നേ? വരലക്ഷ്മി ആയിരിക്കും. അടുത്തത് മൂന്നാമത്തേത്, ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണ്? എ മഹാഭാരതം, ബി ശ്രീമദ് ഭാഗവതം, സി വേദങ്ങൾ, ഡി ഉപനിഷത്ത്. അടുത്ത നാലാമത്തെ ചോദ്യം, ഭഗവത്ഗീത ഏത് പർവ്വത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എ ദ്രോണപർവം, ബി ഭീഷ്മപർവം, സി ആദിപർവം, ഡി ഉപപർവം. കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഓക്കെ, ഇനി ഒന്നാമത്തെ ചോദ്യം. എല്ലാവരും നിങ്ങളുടെ ആൻസർ പേപ്പർ എടുക്കുക. ഇനിയുണ്ടോ? എന്റെ കൃഷ്ണ. ആൻസർ പേപ്പർ എടുക്കാനാ പറഞ്ഞത്. കഴിഞ്ഞു മാതാജി, ഉത്തരം പറയില്ല. പ്രശാന്ത് കൂടെ ഉണ്ടാ. 30ാമത്തെ ചോദ്യം. എത്രാമത്തെയാ? 30ാമത്തെ. 30 ഞാൻ പറഞ്ഞായിരുന്നു മാതാജി. 30 കഴിഞ്ഞു. പ്രാവശ്യം. ദ്രൗപദി എവിടെ നിന്നാണ് ജന്മം കൊണ്ടത്? കേട്ടു. ഹരേ കൃഷ്ണ. നമുക്ക് ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തേത് ഭഗവത്ഗീത യഥാരൂപം രചിച്ചത് ആരാണ്? ശ്രീല പ്രഭു. പ്രഭുപാദ. ഉത്തരം ഡി ആണ്. ഡി ശ്രീല പ്രഭുപാദർ. നാലാമത്തെ ഉത്തരം ശ്രീല പ്രഭുപാദർ. അടുത്തത് ഭഗവത്ഗീത അത് തെറ്റിപ്പോയ ആരാണല്ലോ കൈ പൊക്കിക്കേ. അത് തെറ്റിപ്പോയത് ശരിയായി. ശ്രീ കാണുന്നില്ല. എല്ലാരെയും ഒന്നും എങ്കിലും കാണുന്നില്ല. ഒന്നാമില്ല. വിലാസിനി മാതാജി ഇപ്പൊ ഉണ്ടോ ആവോ? ശ്രീല പ്രഭുപാദ. ഓക്കെ വേദവ്യാസൻ. ഓക്കെ. ഭഗവത്ഗീത ആസിറ്റീസ് രചിച്ചത് ശ്രീല പ്രഭുപാദരാണ്. ഓക്കെ. അടുത്തത് ഭഗവത്ഗീത ഉപദേശിച്ച സ്ഥലം എ ഹസ്തിനപുരി, ബി ഇന്ദ്രപ്രസ്ഥം, സി കുരുക്ഷേത്രം, ഡി മധുര. കുരുക്ഷേത്രം. അത് തെറ്റിച്ച ആൾക്കാർ ഉണ്ടെന്ന് കാണണം. ആരാണ്? തെറ്റിയിട്ടില്ല. സത്യസന്ധമായിട്ട് കൈവക്കണം. തെറ്റിച്ചിട്ടില്ല. ഓക്കെ. തെറ്റിയില്ല. ഹരേ കൃഷ്ണ. തെറ്റിയവരും മതി. അടുത്ത മൂന്നാമത്തെ, ഭഗവത്ഗീത ഏത് ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? അതും ഒരാളെ തെറ്റിക്കാൻ സാധ്യതയില്ല. എ മഹാഭാരതം, ബി ശ്രീമദ് ഭാഗവതം, മഹാഭാരതം. സി വേദങ്ങൾ, ഡി ഉപനിഷത്ത്. എ മഹാഭാരതം. അടുത്തത് ഭഗവത്ഗീത ഏത് പർവ്വത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഭീഷ്മപർവ്വം. പർവ്വം. രണ്ടാമത്തെ ഉത്തരമാണ് ബി ഭീഷ്മപർവം. ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചത് എത്ര സമയം കൊണ്ടാണ്? എത്ര സമയമാണ്? 45 മിനിറ്റ്. 45 മിനിറ്റ്. സി ആണ് കേട്ടോ, ഉത്തരം സി. അടുത്ത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജീവ, പരമാത്മ, പ്രകൃതി, ഡി മേൽ പറഞ്ഞതെല്ലാം. ഇതിലേതാണ് ഉത്തരം ശരിയായിട്ടുള്ളത്? മേൽ പറഞ്ഞതെല്ലാം അല്ലെ. ഇനി ബാക്കി 2 കാര്യങ്ങളോട് ഉണ്ട്. ഏതൊക്കെയാണത്? അത് മുഴുവൻ കാലവും കർമ്മവും കൂടെ ഉണ്ടല്ലേ. അടുത്തത്
7 ശാന്തനു മഹാരാജാവിന്റെ ആദ്യ പത്നി ആരായിരുന്നു? എ യമുന, ബി സത്യവതി, സി ഗംഗ, ഡി സരസ്വതി. ഗംഗ. ഗംഗാദേവി. ഗംഗ. ഗംഗയാണ്. ഇത് ശരിയാ. തെറ്റിച്ച ഗംഗ. ആരെങ്കിലും ഉണ്ടോ? ശരി. തെറ്റിപ്പോയോ ആരെങ്കിലും? അടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാം തന്നെ എളുപ്പമായിരുന്നു. 15 ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാവരും അത് 15 എളുപ്പമായിരുന്നു ശരിയാക്കും. എളുപ്പം. അതിനും തെറ്റിയിട്ടുണ്ടോന്ന് അറിയത്തില്ല, എളുപ്പമായിരുന്നല്ല. ഡി വേദവ്യാസ മഹർഷിയുടെ അമ്മയുടെ പേര്? എ ഗംഗ, ബി സത്യവതി, സി അംബിക, ഡി കാവേരി. സത്യവതി. 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 അടുത്തത് 9ാമത്തെ വേദവ്യാസ മഹർഷിയുടെ അച്ഛന്റെ നാമധേയം? എ ഗൗതമ മഹർഷി, പരാശരി. പരാശരൻ. ബി വസിഷ്ഠ മുനി, പരാശരമുനി. ഡി പരാശരമുനി, ഡി വിശ്വാമിത്ര മുനി. പരാശരമുനിയാണ്. സി ആണ് ഉത്തരം ശരി. പരാശരമുനി. പരാശരനാ. അത് തെറ്റിപ്പോയോ ആർക്കെങ്കിലും? ഇല്ല. ഇല്ല. അപ്പൊ എല്ലാം ശരിയായിരുന്നല്ലോ ഇതുവരെ. എല്ലാരും കൂടി പറഞ്ഞു. 9 വരെ എല്ലാം അതൊക്കെ ശരിയായി ശരിയായിരുന്നല്ലോ. ഇനി അടുത്ത അതൊക്കെ 10. ശരിയായി വരും. സത്യവതിയിൽ ഉണ്ടായ മക്കളിൽ ആദ്യം മരണപ്പെട്ടയാള്? എ ചിത്രാംഗതൻ, ബി വിതുരൻ, ചിത്രാം സി വിചിത്ര വീര്യൻ, ഡി ധൃതരാഷ്ട്രർ. ചിത്രാംഗതൻ. ചിത്രാംഗതൻ. എങ്ങനെയാണ് അത് മരണപ്പെട്ട അദ്ദേഹം? അതല്ല ഏ, പ്രഭു, അടുത്ത ക്വസ്റ്റ്യനിൽ ഇതിന്റെ ആൻസർ ഉണ്ട് പ്രഭുവിന്റെ. അറിയോ? അടുത്ത ക്വസ്റ്റ്യൻ ഇതിന് റിലേറ്റഡ് ആൻസർ ആണ്. അതെ അതെ. അടുത്തത് അതെങ്ങനെയാണ് മരണപ്പെട്ടത് ചിത്രാംഗത? അത് ജ്വരം വന്നിട്ട്. യുദ്ധത്തിലാണോ ജ്വരം വന്നിട്ടാണ്? അല്ല, ഒരു ഗന്ധർവൻ, ഇതേ നാമധേയമുള്ള ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. അവരുടെ പേരായത് അദ്ദേഹത്തിന്റെ പേരായിരുന്നു ഇദ്ദേഹത്തിന്. അങ്ങനെ ആ അതേ പേര് മാറിപ്പോയി. വന്നത് കൊണ്ടാണ് അദ്ദേഹം ആയിട്ടുള്ള യുദ്ധത്തില് മരണപ്പെട്ടു. മരണപ്പെട്ടു. ചിത്രാംഗതൻ എന്ന പേരുള്ള. ഉം. അടുത്തത് വിചിത്ര വീരന്റെ ഭാര്യമാരിൽ താഴെ പറയുന്നവർ ആരാണ്? എ അംബ, ബി ഉത്തര, സി അംബിക, ഡി എല്ലാം തെറ്റാണ്. അംബികയാണ്. സി ആണ് അംബിക. അംബ ഭാര്യ ആയായിരുന്നോ? ഇല്ല. അംബ അവിടെ നിന്ന് രക്ഷപ്പെടുവാണ് അല്ലേ? ഓടിപ്പോയി. ഓടിപ്പോയി. അടുത്തത് ഭീഷ്മരെ കൊല്ലാൻ പ്രതിജ്ഞ എടുത്ത രാജകുമാരി ആരായിരുന്നു? അംബ. ബി ആണ്. പിന്നെ എന്താണ്? എല്ലാം ശരിയാണല്ലോ. അടുത്തത് 13ാമത്തേത് ധൃതരാഷ്ട്രരുടെ അമ്മയുടെ പേര് ആരാണ്? അംബാലിക. അംബിക. അംബിക. സി ഉത്തരം. ശരിയായ ഉത്തരം സി അംബിക. അയ്യോ, തെറ്റത്. തെറ്റിപ്പോയി അല്ലേ? ആ. അടുത്തത് 14. പാണ്ഡുവിന്റെ പത്നിമാരിൽ താഴെ പറയുന്നവരിൽ ആരാണ്? ഡി. എ മാദ്രി, ബി കുന്തി, സി ഗാന്ധാരി, ഡി എയും ബിയും ശരി ഉത്തരങ്ങളാണ്. എയും ബി ശരി ഉത്തരങ്ങളാണ്. ഡി ആണ് ഉത്തരം ശരി. ഡി ആണ്. ഡി. അടുത്തത് 15ാമത്തെ ചോദ്യം. ധൃതരാഷ്ട്രർക്ക് എത്ര പുത്രന്മാർ ഉണ്ടായിരുന്നു? എ 100, ബി 101, സി 1000, ഡി എല്ലാം തെറ്റാണ്. 100. 15 എണ്ണം കഴിഞ്ഞു. ഇനി ഓപ്ഷൻസ് ഇല്ലാത്ത ചോദ്യങ്ങളാണ്. ഓപ്ഷൻസ് ഇല്ലാത്ത. ഓക്കെ. ഇപ്പോഴത്തെ വേദവ്യാസ മഹർഷി എത്രാമത്തെ വേദവ്യാസ മഹർഷിയാണ്? എത്ര വ്യാസന്മാരുണ്ടായിരുന്നു? 7ാമത്തെയാണോ പ്രഭു? അല്ല. തെറ്റി എനിക്കത്. രാധിക മാതാജി. കൃഷ്ണ ദ്വൈപായൻ എന്നറിയാം, പക്ഷെ നമ്പർ മറന്നു പ്രഭു. 28ാമത്തെ വ്യാസദേവനാണ്. 28. തെറ്റിപ്പോയി പ്രഭു. സോറി. കൃഷ്ണ ദ്വൈപായൻ അല്ലേ? അതെ, കൃഷ്ണ ദ്വൈപായന വ്യാസമഹർഷി. ദ്വൈപായൻ എന്നുള്ള പേരിൽ വരാൻ കാര്യം എന്താണ്? ദ്വീപിൽ ജനിച്ചത് കൊണ്ട്. ദ്വീപിൽ ജനിച്ചത് കൊണ്ട്. നമ്പർ നമ്പർ തെറ്റിപ്പോയി. എത്രാമത്തെ നമ്പറാണ്? 28ഓ? 28ാമത്തത്. പ്രഭുജി ഈ ചോദ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതി വെച്ചിട്ടുണ്ട്. ഉത്തരം ഒന്നും ഇല്ലാതായിപ്പോയി. ഞാൻ അയച്ചു തരാം. ഞാൻ സാധാരണ ഇതിൽ ഓഫീസിലിരുന്ന് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാറുണ്ട്. അതൊന്നും പറ്റിയില്ല. അല്ല, ഈ 15 എണ്ണത്തിന്റെ വേണമെന്നില്ല, 16 മുതലുള്ള ചോദ്യങ്ങൾ വേണം. തരാം. അതിന്റെ ഉത്തരം ഇവിടെ എഴുതി വെക്കാം. അപ്പൊ ചോദ്യം കിട്ടിയാൽ മതി. അതെ. ഭീഷ്മരുടെ ശരിക്കുള്ള പേരെന്താണ്? ഗംഗാദത്തൻ. അല്ല, ദേവവ്രതൻ. ദേവവ്രതൻ. ഗംഗാദത്തൻ ഗംഗാദേവിയുടെ മകനായതുകൊണ്ട് അങ്ങനെ വരുന്ന ഒരു പേരാണ്. ദേവവ്രതൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര്.
ഞാൻ അത് ഗംഗാധരത്തിനായിരുന്നു. ഞാനും ഗംഗാധരത്തിനും ഗംഗാധരത്തിൽ ശരിയാണ്, പക്ഷെ ശരി ഞാൻ ഉദ്ദേശിച്ചത് ദേവവ്രതനാണ്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നാമധേയം ദേവവ്രതനാണ്. ഒന്ന് അടുത്തത് കഴിയും പ്രഭു. തെറ്റ്. അടുത്തത് ഓക്കെ. 18-ാമത്തേത് ഗാന്ധാര രാജ്യം ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? പഞ്ചാബ്. നേപ്പാളിലാണോ? കാഠ്മണ്ഡു ആണോ? അല്ല, കാണ്ഡഹാർ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ. അയ്യോ, കണ്ടാഹർ. അഫ്ഗാനിസ്ഥാൻ കാബൂള്. ഗാന്ധാരി കാബൂളിൽ നിന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാൻ. അയ്യോ, കാണ്ഡഹാർ. അത് അഫ്ഗാനിസ്ഥാൻ എന്നോ അത് കാബൂളിൽ നിന്നോ പ്രഭു. ഒക്കെ എഴുതിയവർക്ക് ശരി ഉത്തരങ്ങളാണ്. ഒന്നും കാണ്ഡഹാർ. എഴുതിയില്ല. ഞാനും ഒറീസ കാണ്ഡഹാർ എഴുതി. അറിയുമോ? കാണ്ഡഹാർ ശരിയല്ലേ? കാണ്ഡഹാർ ശരിയാണ്. കാണ്ഡഹാറാണ്. തെറ്റിപ്പോയി പ്രഭു. ഇനി അത് അടുത്തത് തെറ്റിപ്പോയി. തെറ്റിപ്പോലെ. അടുത്ത് തെറ്റി. ധൃതരാഷ്ട്ര അന്ധനായി 16ാമത്തെ ജനിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യന്റെ ഉത്തരം എന്താ പ്രഭു? 16ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം 16. ഇപ്പോഴത്തെ വേദവ്യാസ മഹർഷി 28-ാമത്തേത്. അത് തെറ്റി. ഇനി 19. ഇനി 11. ധൃതരാഷ്ട്രർ അന്ധനായി ജനിക്കാനുള്ള കാരണം എന്താണ്? രണ്ട് തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് 100 ഉറുമ്പിനെ ഉണ്ട് കൊന്നു ഉണ്ട്. മുജാമത്ത് ആ, ഉറുമ്പിനെ കൊന്നു. അവിടെ ചെന്നപ്പോ 100 ജന്മം നീ ജനിക്കട്ടെ എന്ന് പറഞ്ഞു. 100ാമത്തെ ജന്മത്തില് നീ അന്ധനായി ജനിച്ചു. ഉറുമ്പിനെ ആത്മീയമായിട്ട് കണ്ണു വ്യാസ മഹർഷിയുടെ രൂപം കണ്ട് പേടിച്ചിട്ട് അമ്മ കണ്ണടച്ചിട്ട് ആ, അജായത്തെ പ്രാപിച്ചതുകൊണ്ട് കണ്ണ് നമ്മുടെ കണ്ടുപറ്റി. രണ്ട് പിന്നെ കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് ഒരറിയണ്ണു 100 മക്കളും ഒന്ന് അംബിക അരയണ്ണു 100 കണ്ണടച്ചു. മക്കളും കൂടെ ഇരിക്കുന്ന സമയത്ത് രാജാവ് അരയണ്ണത്തിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിട്ട് മക്കളെയൊക്കെ കൊണ്ടു. അതുകൊണ്ട് ഒന്ന് അംബിക വേദവ്യാസ മഹർഷിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആ രൂപം കണ്ടപ്പോൾ കണ്ണുപൊത്തി. കണ്ണടച്ചു. കണ്ണുപൊത്തി. അത് നമ്മൾ ഭൗതികമായിട്ട് നോക്കുമ്പോൾ, പക്ഷെ അദ്ദേഹത്തിന് ശരിക്കുള്ള കാരണം എന്ന് പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തില് എന്താണ് 100 ഉറുമ്പുകളുടെ ഉറുമ്പിന്റെ കണ്ണു കണ്ണ് അവിടെ കുത്തിപ്പൊട്ടിച്ചിരുന്നു. ഒരു ചെന്നപ്പം ശാപിച്ചു. പുൽനാമ്പെടുത്തിട്ട്. അപ്പം അതെ അതെ. യമലോകത്ത് ചെന്നപ്പോ കിട്ടിയ ശിക്ഷയാണ് ഇത്. 100 ജന്മം 100 ജനിക്കേണ്ട ജന്മം ഒരു 100ാമത്തെ 100ാമത്തെ ജന്മം ജന്മം അന്ധനായി പിറക്കും. ആത്മീയമായിട്ടും 100 പുത്രന്മാരുണ്ടാകും. അതുപോലെ തന്നെ അതും ഈ ഒക്കെ. അദ്ദേഹത്തിന്റെ കണ്ണ് പുറമേ കാണാത്തല്ല, മനസ്സും അന്ധമായിരിക്കും. സ്വന്തമായി. പുത്ര വാത്സല്യത്താൽ അന്ധനായി പോകും. അങ്ങനത്തെ ഒരു അതേ ശരിയുള്ളൂ ഇപ്പം. അതായത് ഇനി അടുത്തത് 3-ാമത്തെ അല്ല 20-ാമത്തെ 20. ചോദ്യം. 20 യുധിഷ്ഠിരന്റെ ധർമ്മപിതാവ് ആരാണ്? യമധർമ്മൻ. യമധർമ്മദേവൻ. ചോദ്യത്തിൽ തന്നെയുണ്ട് ഉത്തരം. ശരിക്കും ഭൗതികമായി നോക്കുമ്പം പാണ്ഡുവാണ്, പക്ഷെ ആത്മീയമായിട്ടുള്ള പിതാവ് എന്ന് പറയുന്നത് അത് യമധർമ്മദേവൻ. എഴുതിയിട്ടുണ്ട്. ശരിക്കുള്ള പിതാവ് യമധർമ്മരാജനല്ലേ? അടുത്ത പാണ്ഡുവും എഴുതിയിട്ടുണ്ട്. രണ്ടും എഴുതിയിട്ടുണ്ട്. 21 നകുല സഹദേവന്മാരുടെ ധാർമ്മിക പിതാവ് ആരാണ്? അശ്വനി ദേവൻ. അശ്വിനി ദേവകൾ. അടുത്തത് അംബയുടെ പുനർജന്മം ആരായിട്ടായിരുന്നു? ശിഖണ്ഡി. ശിഖണ്ഡി ആയിട്ടായിരുന്നു. ശിഖണ്ഡി. അടുത്തത് ദ്രൗപദിയുടെ സഹോദരന്റെ നാമധേയം ദൃഷ്ടദ്യുമ്നൻ. ദൃഷ്ടദ്യുമ്നൻ. എത്ര എളുപ്പമുള്ളതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അടുത്തത് വിരാട രാജാവിന്റെ പുത്രിയുടെ നാമധേയം പേര് പറഞ്ഞു. ഉത്തര. ഉത്തര ഉത്തര സ്വയംവരം. കഥകളി കാണുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? മറന്നുപോയി. ശരിക്കും ഉത്തര ഉത്തര അതെന്റെ വിരാട് ശരിയാ. രാജന്റെ പുത്രി മാത്രമല്ല, വേറൊരാളുടെ ഭാര്യയായിരുന്നു. ആരുടെ ഭാര്യയായിരുന്നു? അഭിമന്യുവിന്റെ ഭാര്യ. അഭിമന്യുവിന്റെ ഭാര്യയായിരുന്നു. അഭിമന്യുവിന്റെ ഭാര്യ, പരീക്ഷത്തിന്റെ അമ്മ. പരീക്ഷത്തിന്റെ അമ്മ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രമാണ്. ഇനി ഉത്തര സ്തുതി ആർക്കൊക്കെ അറിയാം? ഉത്തര ഭഗവാൻ കൊടുത്തൊരു സ്തുതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്തുതിയാണ്. മഹാബാഹു ദേവദേവ ജഗൽപതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കേട്ട് ഭഗവാൻ പ്രസന്നനായിട്ട് എന്താണ് ഉത്തരയുടെ ഗർഭത്തിൽ വന്നിട്ട് ഭഗവാൻ അവിടെ ഇരുന്നു. എന്താണ് ബ്രഹ്മാവിന്റെ അടുത്തു. പരീക്ഷത്തിന് കവചം പോലെ ഇരുന്നു. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾക്ക് അവസാനം പുറത്തു വന്ന ഒരാളാണ് പരീക്ഷിത്ത്. അങ്ങനെ കാണുന്നവരെല്ലാം ആ ഉള്ളിലിരുന്ന് കണ്ട രൂപം ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന് ആ രൂപത്തെ കാണാൻ പറ്റിയത് എവിടെ വെച്ചിട്ടാണ്? മരണം അടുക്കുന്ന 7 നാളുകൾക്കാണ് കൊണ്ടാണ് ഭഗവാനെ കാണാൻ സാധിച്ചത് അല്ലെ. അപ്പൊ ഭഗവാന്റെ തിരോധാനം നടന്നല്ലോ പരീക്ഷത്തിന്റെ സമയമായപ്പോഴത്തേക്കും. ഭഗവാന്റെ സ്വർഗവാസമൊക്കെ കഴിഞ്ഞു. അപ്പൊ ആ സമയത്താണ് കലിയുടെ അവതാരം.
അത് കഴിഞ്ഞിട്ട് ഈ അവസാനത്തെ 7 ദിവസം കൊണ്ട് ഭഗവാനെ മുഴുവൻ അറിഞ്ഞ് അനുഭവിച്ച് കുടിച്ച വ്യക്തിയാണ്, അല്ലേ? ഭാഗവത അമൃതം കുടിച്ച വ്യക്തിയാണ് പരീക്ഷിത്ത്. അപ്പൊ ആ പരീക്ഷത്തിന്റെ അമ്മ സാധാരണക്കാരിയല്ല. അപ്പം അടുത്തത് കർണന്റെ വളർത്തമ്മയുടെ നാമധേയം രാധ. രാധ. അതുകൊണ്ട് രാധ അതുകൊണ്ട് കർണനെ ഏത് രാധ പേരിലാണ് അറിയപ്പെടുന്നത്? രാധേയൻ എന്നുള്ള പേരിലാണ് രാധ അറിയപ്പെടുന്നത്. രാധേയൻ. കർണന്റെ ശരിക്കുള്ള അമ്മ ആരാണ്? കുന്തിദേവി. കുന്തി ദേവി. സൂര്യപുത്ര. ഇനി പാണ്ഡുവിന്റെ കൂടെ ചിതയിൽ പ്രവേശിച്ച പത്നിയുടെ നാമധേയം മാദ്രി. മാദ്രി. വിതുരൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു? യമദേവൻ. രാജാവ്. യമധർമ്മദേവൻ എന്തുകൊണ്ടാണ് വിതുരനായിട്ട് പിറകെ ദാസീപുത്രനായിട്ട് ജനിച്ചത്? യമധർമ്മരാജാവ്. മണ്ഡൂക മഹർഷിയുടെ ശാപത്താൽ. മണ്ഡൂക മഹർഷിയുടെ ശാപത്തിൽ. എന്തിനാണ് മണ്ഡൂക മണ്ഡൂക മഹർഷി ശപിച്ചത്? മഹർഷിയുടെ ശാപത്താല് അതെ മണ്ഡൂക മഹർഷി ശപിക്കാൻ കാരണം എന്തായിരുന്നു? അത് മണ്ഡൂക മഹർഷി ഇത് ചെറുപ്പത്തിലെ തുമ്പിയെ പിടിച്ചിട്ട് അതും തുമ്പി കണ്ണ് കുത്തി പൊട്ടിച്ചു. ഒരു തുമ്പിയിലെ ഈർക്കിലിയോണ്ട് കുത്തി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശൂലത്തുമ തറച്ചു. ആസനം പുല്ലുകൊണ്ട്, ഇങ്ങനെ കൂർത്ത പുല്ലുകൊണ്ട് കുത്തി. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്തായിരുന്നു? ചൂടുള്ള പ്ലേറ്റിൽ ആസനം കുത്തിയിരിക്കാനുള്ള ശിക്ഷയാണ് കൊടുത്തത്. ഒരുപാട് ചൂട് പാത്രങ്ങളുടെ മുകളിൽ ഇരിക്കാനായിട്ട്, ആസനസ്ഥനായിട്ട് ഇരിക്കാനുള്ള ഇതാണ് കൊടുത്തത്. അപ്പം മഹർഷി എന്ത് ചെയ്തു? 8 വയസ്സിന് മുന്നിൽ ചെയ്ത പാപങ്ങൾക്കൊന്നും അങ്ങനെ ഈ നമ്മുടെ ശാസ്ത്രങ്ങൾ അനുസരിച്ചിട്ട് അതിന് ശിക്ഷ കൊടുക്കാനായിട്ട് പാടില്ല. 8 വയസ്സിന് മുന്നിൽ അറിയാതെ ചെയ്ത പാപങ്ങളല്ലേ കുട്ടികള്, തിരിച്ചറിവില്ലാത്ത പ്രായത്തിലല്ലേ. അപ്പൊ അതിന് ശിക്ഷ കൊടുത്തത് കൊണ്ട് യമധർമ്മദേവന് നീ ഒരു ദാസീപുത്രനായി പിറക്കട്ടെ എന്നൊരു ശാപം കൊടുത്തു. സമയങ്ങളിൽ അവിടെ എന്താണ് യമപുരിയിലെ ആര്യമാവാണ് യമധർമ്മദൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആര്യമാവ്. ആര്യമാവ് ആ സമയത്തല്ലേ പകരക്കാരൻ. ആര്യമാവ് പിതൃദേവനല്ലേ? പിതൃദേവനാണ് ആര്യമാവ്, പിതൃദേവൻ. ആര്യമാവ്. വേറൊരാളുണ്ട് നിര്യതി എന്ന് പറയാം, നിര്യതി അല്ലേ? ഇനി അടുത്തത് 28. ധൃതരാഷ്ട്രന്റെയും പാണ്ഡവന്റെയും വിതുരന്റെയും പിതാവ് ആരായിരുന്നു? വേദവ്യാസ മഹർഷി. വേദവ്യാസ മഹർഷി. അടുത്തത് കർണന്റെ പൂർവജന്മം ആരായിരുന്നു? ഇത് ശകലം ടഫായിട്ട് സഹസ്ര കവചൻ. മല്ലിക മാതാജിക്ക് 100 മാർക്ക്. സഹസ്ര കവചൻ എത്രയാണ്? 1000 കവചങ്ങൾ ഉണ്ടായിരുന്നു. ആ 1000 കവചങ്ങളെ അറുത്ത് കളഞ്ഞത് ആരാണ്? 999 കവചങ്ങളെ അതാരാന്ന് അറിയില്ലെങ്കിൽ ഭയങ്കര ഇതാണ്. ആരാണത്? നാരായണ ഋഷികള്. നാരായണ ഋഷികള് നരനും നാരായണനും 1000 വർഷം വീതം തപസ്സിരുന്ന 1000 വർഷം തപസ്സിരുന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഒരു കവചം അറുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരാൾ നരൻ തപസ്സിരിക്കുമ്പം നാരായണൻ 1000 കവചം മുറിക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് നാരായണൻ തപസ്സിരിക്കുമ്പോൾ നരൻ വന്ന് മുറിക്കും. അങ്ങനെ അങ്ങനെ മുറിച്ച് 999 കവചം വെച്ചിട്ട് ഒരു കവചം ശേഷിപ്പിച്ചിട്ട് വിട്ടതാണ്, പറഞ്ഞു വിട്ടതാണ്. ആ ഒരു കവചമായിട്ടാണ് ആര് വന്ന് പിറന്നത്? അദ്ദേഹം വന്ന് പിറന്നത് കർണനായിട്ട്. എന്നിട്ട് ഇതേ ആൾക്കാർ തന്നെ ഈ നരനും നാരായണനും കൃഷ്ണനും അർജുനനായിട്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ മറ്റേ കവചം കൂടി എടുത്തു. ആ ശേഷിക്കുന്ന കവചം കൂടി. മനസ്സിലായില്ലേ? ആ പേരൊന്നുകൂടെ പറയണേ. മനസ്സിലായില്ല. ആ പേരൊന്നുകൂടെ പറയണേ. സഹസ്ര കവചൻ, 1000 കവചങ്ങളുമായിട്ട് ജനിച്ച ആള്. അദ്ദേഹത്തിന് കിട്ടിയ വരം എന്താണ്? 1000 വർഷങ്ങള് തപസ് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ എന്റെ ഒരു കവചം മുറിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു വരദാനമാണ് അദ്ദേഹം മേടിച്ചത്. അപ്പൊ അദ്ദേഹം ഈ സമയത്ത് ഇദ്ദേഹം എന്താണ് അവിടെ തപസ്സിരിക്കാനായിട്ട് പോയി. നരനാരായണ ഋഷികള് ബദരികാശ്രമത്തിൽ തപസ്സിരുന്നു. ആ സമയത്ത് തപസ് ഇളക്കാൻ വേണ്ടിയിട്ട് ആരാണ് വന്നത്? അല്ല, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയ അപ്സര സ്ത്രീകൾ വന്നു. അപ്സര സ്ത്രീകൾ തപസ് ഇളക്കാൻ വന്നപ്പം നാരായണ ഋഷി എന്ത് ചെയ്തു? തൊടയിൽ ഒരൊറ്റ അടി അടിച്ചു. അടി അടിച്ചു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ എന്താണ്? തൊടയിൽ നിന്ന് ആര് പുറത്തു വന്നു? ഉർവശി. ഊരിൽ നിന്ന് പുറത്തു വന്നതാണ് ഉർവശി എന്ന് പേര്. ഇന്ന് അതിന്റെ ഇന്ദ്രനുണ്ടെ ഫ്രീ ആയിട്ട് കൊടുത്തോളാൻ പറഞ്ഞു.
അതായത് ഇതുപോലെ അനേകായിരം സുന്ദരിമാര് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ മേനക, രമ്പയും തിലോത്തമയൊക്കെ എത്ര ചാടി കഴിഞ്ഞാൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. അപ്പം എന്നിട്ട് അപ്പൊ ഇന്ദ്രന് ശരിക്കും ഉപകാരം ചെയ്യല്ലേ സഹസ്രകാവചനെ കൊന്നിട്ട്. എന്നിട്ടും അങ്ങനെ ഉപകാരം ചെയ്ത ആളെ പോലും വെറുതെ വിടാനായിട്ട് ഇന്ദ്രൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം തപസ്സിരിക്കുന്ന ആൾക്കാരുടെ തപസ് ഭംഗം ഉണ്ടാക്കാൻ വേണ്ടി അപ്സരസിനെ വിട്ടു. അപ്പൊ ഇതേ ഉർവശി തന്നെ എന്താണ്, ആരുടെ മകളാണ്? നരനാരായണേശ്വരിയുടെ മകളാണ്. അതിലെ ഉർവശി എന്താണ്? അപ്പൊ ആ ഒരു കോൺട്രവേഴ്സറി ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ ഉർവശി നരന്റെ മകളായിട്ട് വരും അല്ലെ. നരന്റെ മകളായിട്ട് വരും. ആ ഉർവശി എന്താണ്? അർജുനൻ പിറ്റേ ജന്മത്തിൽ അർജുനന്റെ പിതാവ് ആരായിരുന്നു? ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രന്റെ ഭാര്യയായി വന്നതുകൊണ്ട് അമ്മയുടെ പദവിയായി. അതുപോലെ തന്നെ ഉർവശി എന്ത് ചെയ്തു? അർജുനനെ വരിക്കാനായിട്ട് ആഗ്രഹിച്ചു അല്ലെ, ഭാര്യാ പദവി എത്താനായിട്ടും ആഗ്രഹിച്ചു അല്ലെ. അപ്പൊ അങ്ങനെയാണല്ലോ ഉർവശി വഴങ്ങി കൊടുക്കാത്തതുകൊണ്ടാണല്ലോ ഉർവശി ശപിച്ചത് അല്ലെ. ഈ ആണും പെണ്ണും കെട്ടവനായിട്ട് മാറട്ടെ എന്ന് പറയും അല്ലെ. അങ്ങനെ അർജുനന് ഉർവശി ശാപം ഉപകാരമായി എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ അർജുനൻ ആരായിട്ട് വന്നു? ബൃഹന്തളയായിട്ട് എവിടെയായിരുന്നു? വിരാട രാജാവിന്റെ നൃത്തം അഭ്യസിപ്പിക്കുന്ന ബൃഹന്തളയായിട്ട് വന്നിരുന്നു അജ്ഞാതവാസ കാലത്ത്. അപ്പൊ ആ ഉർവശി ശാപം ഉപകാരമായത് എങ്ങനെയാണ്? സ്ത്രീയായിട്ട് ഒളിവിൽ താമസിക്കാനായിട്ട് പറ്റി. അപ്പൊ അങ്ങനെ ഒരേ സമയം അമ്മയുടെ സ്ഥാനവും അതുപോലെ തന്നെ എന്താണ് മകളുമാണ്. മകൾ എങ്ങനെയായത്? കഴിഞ്ഞ ജന്മത്തിൽ നരന്റെ മകളായിരുന്നു. നരനാരായണേശ്വരിയുടെ മകളായിരുന്നു. അമ്മയും മകളുമായിട്ടുള്ള ഒരു കഥാപാത്രം ഒരേ സമയത്ത്, അത് ഉർവശിയാണ് അർജുനനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ 30 ചോദ്യവും ശരിയാക്കിയ ആരൊക്കെ വിശിഷ്ട വ്യക്തികളുണ്ടെങ്കിൽ കൈ. 30-ാമത്തെ ദ്രൗപദി എവിടെ നിന്നാണ് ജന്മം കൊണ്ടത്? അഗ്നിയിൽ നിന്ന്. അഗ്നി എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഹോമകുണ്ടത്തിൽ നിന്നാണ്. യാഗം അല്ലെങ്കിൽ യജ്ഞാഗ്നിയിൽ നിന്ന്, യജ്ഞകുണ്ടത്തിൽ നിന്ന്. അപ്പൊ അങ്ങനെ ഈ 30 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം എഴുതിയ ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കുക. എല്ലാരും ഒന്ന് കണ്ടാൽ കൊള്ളായിരുന്നല്ലോ. കുറച്ചു പേരൊക്കെ ഉള്ളു കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്റെ അടുത്ത മാർക്ക് വിളിക്കും. 29 ഇല്ല, 28. 28 ആർക്കാ? മല്ലിക മാതാജിക്ക്. ഹരി ബോൾ. 28 ഹരി ബോൾ. മാതാജി നല്ല മാർക്ക്. ഇനി അടുത്ത് 27 ആർക്കാണ്? 27 ഞാനും ഉണ്ട്. എനിക്ക് 3 തെറ്റുള്ളൂ. അതെ, 27 യമുന മാതാജി. പിന്നെ വേറെ ആരാ? എനിക്ക് 27 ഉണ്ട്. രതിദേവി മാതാജി, യമുന മാതാജി. 27. അപ്പൊ യമുന മാതാജി പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ കിട്ടിയില്ല മാർക്ക്. അത്രയും നല്ല കാര്യമായില്ലേ? അറിഞ്ഞില്ലെങ്കിലും ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെയാണ് മെസ്സേജ് ഇട്ടത്. 3 തെറ്റി. ഒന്ന് 16-ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റി, 3-ാമത്തെ ക്വസ്റ്റ്യൻ തെറ്റി. പിന്നൊന്നേതാ ഈ 29 വേറൊരു ആൻസർ എഴുതിയത് വസുഷേനെന്നാ എഴുതിയത്. 16-ാമത്തെ തെറ്റി. ഞാൻ 18-ാമത്തെ വ്യാസനാണ് എഴുതിയത്. തെറ്റി. 28-ാമത്തെ തെറ്റി. പിന്നെ അതിന്റെ ഉത്തരവിന്റെ പേര് മറന്നുപോയിരുന്നത് തെറ്റി. വിരാട രാജപുത്രി അല്ലേ. അടുത്തത് 26 3 തെറ്റി. വിലാസിനി മാതാജി എത്രയാ? 20 ശാന്തകുമാരി മാതാജിക്ക് 26. 26 ശാന്തകുമാരി മാതാജി. അതുപോലെ വിലാസിനി മാതാജിയോ 26. 26. അപ്പൊ 26 2 പേർക്ക്. ഇനി 25 25
ആരുമില്ല. 24. ഞാനുണ്ട്. 24 ഞാനാണ്. ജ്ഞാനാംബിക മാതാജി, രാധിക മാതാജി. എന്തായാലും രാധിക മാതാജിക്കൊക്കെ ഇത്രയും തെറ്റാൻ കാര്യം എല്ലാം അറിയാവുന്നല്ലായിരുന്നു. സംശയം വരുന്നേ. ഗംഗാദത്തൻ എഴുതി, വ്രതം എഴുതിയില്ല, ഗംഗാദത്തൻ എഴുതി. പിന്നെ ഞാനാണ്. ആ ഗംഗാദത്തിൽ ശരിയല്ലേ? എന്നാലും ശരിയായിട്ടുള്ള ദേവവ്രതനാണ് ഗംഗാദത്തൻ എന്ന് അതെ, പറയുന്നത്. പേരല്ല പേര് ഇല്ലാത്തത്. ഓക്കെ, പിന്നെ വേറെ ഏതാ അല്ല, മാതാജിക്ക് കിട്ടിയത്? രാധിക മാതാജിക്ക് വേറെ രാധ ഏതാ കിട്ടിയത്? തെറ്റിപ്പോയി, രാധ തെറ്റിപ്പോയി, വാർത്ത തെറ്റി. കൃഷ്ണ ദ്വൈപായനൻ 28 എഴുതി, 28 എന്ന് അറിയില്ല. ആ പിന്നെ നേപ്പാളും എഴുതിയ, അഫ്ഗാനിസ്ഥാൻ അതറിയില്ല. അറിയത്തില്ല. ആ പിന്നെ കണ്ടകാർ എഴുതിയാ മതിയായിരുന്നു. പേര് മറന്നുപോയായിരുന്നു, വിരാട് പുത്രിയുടെ. വിരാടപുത്രിയുടെ അല്ലേ? ആ ആ ഓക്കെ. ഇനി അടുത്തത് 23. 23. 23 എനിക്ക്. ഹരിബോൽ, ഹരേ കൃഷ്ണ മാതാജി. അടുത്തത് 22. എനിക്ക് 23 ഗീതാ മാതാജി 23. ഹരിബോൽ. അടുത്തത് 22. 22. രാധാ മാതാജി, ഹരേ കൃഷ്ണ മാതാജി. കുറെ നാളായാലും മാതാജിയെ കണ്ടിട്ട്. 23. അടുത്തത് 21. 20. മാധവി രാധാ മാതാജി എത്ര മാർക്കായിരുന്നു? 27. എത്രയാ? 27. ഹരിബോൽ. മാതാജി പറഞ്ഞായിരുന്നോ 27 ഞാൻ വിളിച്ചപ്പം? പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടില്ല. ഓക്കെ. മാതാജിക്ക് അറിയാമായിരുന്നു, അത് കറക്കി കുത്തിയതാണോ? ഇല്ല, ഏകദേശം അറിയാൻ 1-2 കറക്കി കുത്തി. ഓക്കെ, വളരെയധികം സന്തോഷം. വളരെയധികം സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പം ആദ്യത്തെ 15 സിമ്പിൾ ആയിരുന്നു. അതല്ല പ്രഭുജി, ദേവവ്രതന്റെ പേര്, അയ്യോ എന്റെ എനിക്ക് എന്തോ എനിക്കതങ്ങ് മറന്നുപോയി. ആ പേര് പറയാം, അവസാനം എനിക്ക് ആ പേര് വന്നു. അതെ അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ വളരെ ഫസ്റ്റ് എത്ര പ്രഭു? 27. 27 ഫസ്റ്റ്. 27. അല്ല, 28 ഉള്ളവരില്ലേ? 28. ആ മല്ലിക മാതാജിക്ക് 28. മല്ലിക മാതാജിക്ക്. മല്ലിക മാതാജിക്ക് 28. അപ്പൊ മല്ലിക മാതാജിക്ക് 1ാം സ്ഥാനം അടിച്ചിരിക്കുന്നു. എല്ലാരും ഒന്ന് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കും മാതാജി. ഹരേ കൃഷ്ണ. 1ാം സ്ഥാനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി ഇന്നത്തെ ഗോൾഡ് മെഡൽ വിന്നർ മാതാജിയാണ്, മല്ലിക മാതാജി. അപ്പൊ നമുക്ക് വരുന്ന 2 ആഴ്ച ഞാൻ ഉണ്ടാവില്ല കേട്ടോ പ്രഭുജി. അടുത്ത വരുന്ന 2 ആഴ്ചത്തേക്ക് ഞാനില്ല, വൃന്ദാവനത്തിൽ പോവാ. ഹരിബോൾ. അപ്പം നമുക്ക് എല്ലാവർക്കും ഭഗവാൻ വിളിച്ചതാ പ്രഭുജി. അത് ഭഗവാൻ വിളിച്ചതാ. കാര്യം എന്താ അറിയോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡിസംബറിൽ പോയത്, അപ്പൊ പകുതി വെച്ചിട്ട് അസുഖമായിട്ട് വേഗം കൊണ്ട് തിരിച്ചു പോന്നു. അപ്പൊ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തൊന്നും കിട്ടിയില്ല, എമർജൻസി ഫ്ലൈറ്റിന് ബുക്ക് ചെയ്തും കൂടി തിരിച്ചു വന്നു. അപ്പൊ ഞാന് സത്യം പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പഠിക്കുന്ന വാസ്തവത്തിൽ എന്റെ അനുഭവത്തിൽ 100% ശരിയാ. കാരണം എന്താ വെച്ചാൽ, ഞാൻ പക്ഷെ ഭഗവാനോട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, ഭഗവാനെ ചെറുതാകുമ്പോഴേ ഞാൻ ഗോവർദ്ധനൊക്കെ കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഇപ്രാവശ്യം ഇത്രയും പൈസ ചെലവായില്ലേ, പൈസ ചെലവായിട്ട് പോയിക്കോട്ടെ, എന്നാലും എനിക്ക് ആ ഗോവർദ്ധനൊന്ന് കാണാനും അവിടെ കാല് കുത്താനും ആയില്ലല്ലോ, എനിക്ക് വല്ലാതെ ഖേദമുണ്ട്. പക്ഷെ എന്റെ സ്വപ്നത്തെ പോലെ ഞാൻ വിചാരിച്ചില്ല പ്രഭു എനിക്ക് പോകാനൊരു അവസരം കിട്ടുന്നത്. അങ്ങനെ ഞാൻ ഈ സമയത്ത് ഭഗവാനോട് പറയും, എനിക്ക് രാധാറാണിന്റെ മനസ്സാനെ പോകാൻ കഴിഞ്ഞില്ലല്ലോ, വല്ലാത്തൊരു കാര്യം. സാരല്ല, അതും അവിടെ വൃന്ദാവനത്തിന് കാല് കുത്താനായില്ല, അതൊരു ഭാഗ്യം. എത്ര ആള് പൈസ ഒക്കെ വെച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പോകാൻ കഴിയുന്നില്ല, സാരല്ല, അത് മതിയെന്ന് വിചാരിച്ചിരുന്നതാ. അപ്പൊ ഒരു സന്ധ്യക്കുണ്ട് നമ്മളെ ജയപതാകർഷകരിലെ ദിലീപ്രഭു വിളിക്കുന്നത്, മാതാജി നിങ്ങളുണ്ട്, ഭഗവാൻ വിളിക്കുന്നു, നിങ്ങൾക്ക് ഗോവർദ്ധൻ ഇവിടെ വൃന്ദാവനത്ത് പോകാന്ന്. ഞാൻ പറഞ്ഞു, എന്താ, ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ പറഞ്ഞ അവര് 2 പേരെ പിന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും പോലും ഓരോ പ്രാവശ്യം വൃന്ദാവനത്ത് പോകുമ്പോ. എന്നിട്ട് നറുക്ക് കിട്ടിയത് എനിക്ക്.
ഇപ്പൊ ഞാൻ വിചാരിച്ചെന്റെ ഗുരുവായൂരപ്പ, ഞാൻ പറയാ ഭഗവാൻ, ഞാൻ പറഞ്ഞു ഇത്രയൊക്കെ പൈസ ചെലവായില്ല ഭഗവാൻ, എന്നിട്ട് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. ഭഗവാൻ പറഞ്ഞു എനിക്കൊരു 10 പൈസ തരണ്ട, നീ ഇങ്ങോട്ട് പോവാൻ ആവുമായിരിക്കും. ഹരേ കൃഷ്ണ അതെ ഹരേ അതെ. കൃഷ്ണ. അപ്പം നോക്കിയാ ഭഗവാൻ നമ്മളെ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിലും ഒക്കെ തന്നെ നമ്മളുടെ മനസ്സും അന്തർഗതവും മനസ്സിലാക്കിയിട്ട് അതാ ഭഗവാൻ പറഞ്ഞത്. പൈസ ഒന്നും തരണ്ട, നേരെ ഇങ്ങോട്ട് അച്ഛൻ പോരെ. പറഞ്ഞ പ്രഭു അത് പറയുമ്പോ ഞാൻ കരഞ്ഞു പോയി. അത്രയും സന്തോഷം സങ്കടം ഒക്കെ കൂടി എന്റെ ഭഗവാൻ എന്റെ മനസ്സറിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല പ്രാർത്ഥിച്ച് ഭഗവാനെ ഒന്നുകൂടെ കൊണ്ടുപോകണേന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. പോകാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതാവുമ്പോ പിന്നെ എന്റെ കൂടെ സമാധാനം ഉണ്ട്. എന്റെ മക്കളും പോരുന്നുണ്ട്, 3 ആളും കൂടെ പോരുന്നുണ്ട്. അതെ അല്ലേ. അങ്ങനെ തിങ്കളാഴ്ച പോകും 1-ാം തീയതി. ഹരി ബോൾ. അപ്പം നമ്മളിപ്പം കേട്ടല്ലോ, മാതാജിക്ക് ഉണ്ടായ കൃഷ്ണാനുഭവം കണ്ടില്ലേ. വൃന്ദാവനത്തില് പോകാനായിട്ട് ആഗ്രഹിച്ചു, ആദ്യം പോകാനായിട്ട് നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ആയി, പൈസയൊക്കെ പോയല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നപ്പോ സമയം ഫ്രീ ആയിട്ട് പോകാൻ നറുക്ക് വീണത് കണ്ടില്ലേ അല്ല, മാതാജി. പോയി ആദ്യത്തെ പ്രാവശ്യം പോയിട്ട് വേഗം തിരിച്ചു വന്നു മുഴുവൻ കാണാതെ. പോയി വന്നിട്ടല്ലേ ഉം. പകുതി പോയിട്ട് വന്നത് സുഖമില്ലാതെ അവിടെ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പൊക്കെ കയറ്റി. പിന്നെ എമർജൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് പോന്നതാ. ഉം. കാണാൻ കഴിഞ്ഞില്ലല്ലോ. വല്ലാത്തൊരു ഖേദമുണ്ടായിരുന്നു. പക്ഷെ ഭഗവാനാണ് തീർത്തു. ഇപ്പൊ അല്ല പോകാനായിരിക്കും, പോയിട്ടേ പോകാൻ പറ്റൂ, പോയി എന്ന് പറയാൻ പറ്റൂ. എന്നാലും പോകാൻ അവസരം കിട്ടി. അപ്പം തീർച്ചയായിട്ടും ആ രാധാറാണിയുടെ ആ ഒരു വിളി നമുക്ക് വന്നിട്ടുണ്ട് വൃന്ദാവനത്തിലേക്കുള്ളത്. അപ്പൊ മാതാജിക്ക് എന്തായാലും ആ ഒരു കൃപ ഉണ്ടാകട്ടെ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാം. മാതാജി അവിടെ പോയി ഞങ്ങളും മാതാജിക്ക് നല്ല രീതിയിലുള്ള ഒരു ദർശനം കിട്ടാൻ നമുക്ക് എല്ലാവർക്കും 3 പ്രാവശ്യം ഭഗവാനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ മാതാജി, അപ്പം നമ്മള് വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ മാതാജിക്ക് ഇനിയിപ്പോ എന്തായാലും മാതാജിയുടെ ഭൗതികമായ കണ്ണുകൊണ്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. കാര്യം മാതാജി ഓൾറെഡി ചെവി കൊണ്ട് കാണാനായിട്ട് റെഡി ആയിട്ടാ പോയിരിക്കുന്നത് അല്ലേ. മാതാജിയുടെ ശ്രവണങ്ങൾ കൊണ്ട് വേണം മാതാജി വൃന്ദാവനത്തെ കാണാനായിട്ട്. ഓരോ സ്ഥലം നമ്മൾ പോകുമ്പോഴും അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ തന്നെ പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭഗവാന്റെ ഒരുപാട് ഭക്തർ അവിടെ കുരങ്ങന്മാരായിട്ടൊക്കെ ജനിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ അവരെ കാണുമ്പോഴും അവിടുത്തെ വ്രജവാസികളെ കാണുമ്പോഴും നമ്മൾ ഈ വ്രജ അപരാധം, ദാമപരാധം ഉണ്ടാകാതിരിക്കാണ്ട് ശ്രമിക്കുക. കാര്യം നമ്മൾ അവരോട് എന്തെങ്കിലും അവരുടെ വൃത്തികെട്ട ആ രീതിയിലുള്ള ജീവിതമോ അല്ലെങ്കിൽ അവര് എന്തെങ്കിലും നമ്മളോട് പെരുമാറുമ്പോൾ ഋഷക്കാരോ അതൊക്കെ വെക്കുമ്പോൾ നമ്മളത് നമ്മുടെ ഭൗതികമായ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെ ചെയ്തു കഴിഞ്ഞാൽ അത് അപരാധമായി മാറും. അതുകൊണ്ടല്ലേ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പെട്ടെന്ന് ഒരു 4-5 ദിവസം കണ്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോരണം. അവിടെ നിൽക്കാൻ പാടില്ല. കാര്യം നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ദാമിനോട് അപരാധമായി മാറും അല്ലെ. പലതരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മൾ ഗുരുവായൂരൊക്കെ തന്നെ കാണത്തില്ലേ, ഭക്തരാണെന്ന് പറഞ്ഞ് വന്നിട്ട് ഞാൻ ഭഗവാന്റെ പടമൊക്കെ വിറ്റ് കാശുണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്ത് കച്ചവടത്തിന് വേണ്ടി മാത്രം ഗുരുവായൂരപ്പനെ ഉപയോഗിച്ചു അല്ലെ. അങ്ങനത്തെ എത്ര ജസ്ന സലീം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ അല്ലെ, മാധ്യമങ്ങളിലെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ കുറെ പേര് ഇങ്ങനെ കലിയുഗമാണ്. അതുകൊണ്ട് നമുക്ക് അതിൽ അതിശയോക്തി ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് ഇതുപോലെ ഈ ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡാമിൽ പോകുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് പുറമേ കാണുന്ന കാര്യങ്ങളെ അല്ല, നമ്മൾ അകക്കണ്ണുകൊണ്ട് കാണണം. അതുപോലെ തന്നെ ചെവിയും കൊണ്ട് കാണണം. ചെവിയും കൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ ആചാര്യന്മാരുടെ ശ്രവണം, അതിൽ കൂടെ കേട്ട കാര്യങ്ങൾ കൂടെ നമ്മൾ കാണണം. ഈ രമൺ ഡേറ്റി പോകുമ്പോൾ ഇവിടെയാണ് ഭഗവാൻ എന്താണ് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചത്. അതായത് നമ്മൾ മാട് മേയ്ക്കും എന്നൊക്കെ പറഞ്ഞ ആ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ആ ഒരു പാട്ടൊക്കെ കേട്ടിട്ടില്ലേ. ആദ്യമായിട്ട് ഭഗവാൻ വഴക്ക് പിടിച്ചിട്ട് യശോദമായിട്ട് പറഞ്ഞിട്ട് പോകുന്ന സ്ഥലം. അപ്പം നമ്മൾ അത് വേണം മനസ്സിൽ കാണാൻ, ആ ലീല മനസ്സിൽ കാണണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ചിലപ്പം ഉദ്ദേശിക്കുന്ന ആ ഒരു വലിയ സങ്കല്പം ആയിരിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ ഒരു ഭാവത്തിൽ ആ ഒരു മണ്ണെടുത്ത് നമ്മൾ ദേഹത്തിൽ അവിടുത്തെ നമ്മൾ ചെളിയോ അങ്ങനത്തെ അതൊന്നും വിചാരിക്കരുത്. ഞങ്ങളൊക്കെ അവിടെ മണ്ണി കിടന്ന് ഉരുണ്ടാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക്.
അപ്പൊ അങ്ങനെ ആ ഒരു ഭാവമായിരിക്കണം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ ഗോകുലത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ ഓടി കളിച്ച് നടന്ന സ്ഥലങ്ങൾ, ഒരുപാട് അസുരന്മാരെ ബാധിച്ച സ്ഥലം ഗോകുലം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റാവൽ, രാധാറാണി ജനിച്ച സ്ഥലം. അത് കഴിഞ്ഞ് പിന്നെ രാധാറാണിയൊക്കെ അവിടുന്ന് മാറി ബർസാനയിലേക്ക് വന്നു. ബർസാനയിലെ കുന്നിന്റെ മുകളിലാണ്. ചിലപ്പോൾ മാതാജിയൊക്കെ റിക്ഷയിലോ അങ്ങനെയൊക്കെ കയറുന്ന ഒരു കുറച്ച് വലിയൊരു കുന്നിന്റെ മുകളിലാണ്. പിന്നെ നന്ദഗാവ് പോയാലും അതെ കുന്നിന്റെ മുകളിലാണ്. അത് കഴിഞ്ഞ് ബർസാനയിൽ നിന്ന് നന്ദഗാവിലേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവാനൊക്കെ വൃന്ദാവനത്തിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ വൃന്ദാവനത്തിലെ ലീലകൾ ഓരോ നട സ്ഥലം, കാളിയഘട്ട് കാണാം. അതുപോലെ തന്നെ സേവാകുഞ്ച് കാണാം, രാധാറാണിയുടെ പാദം സേവിച്ചുകൊണ്ടിരിക്കുന്ന ഭാവത്തില്. അതുപോലെ തന്നെ നിധിവന്, അതായത് നിത്യരാസലീല നടക്കുന്ന സ്ഥലം. പിന്നെ ബംഗി ബിഹാർ ടെമ്പിള്, രാധാരമൺ ടെമ്പിള്, അങ്ങനെ പറഞ്ഞ കുറെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ അത് ആ യമുന സ്നാനം, യമുനയിൽ പോയി ബലിയിടുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മള് നമ്മളെ യമുന നദിയിലെ ജല മലിനമായിരിക്കും, പക്ഷെ ഇനി നമ്മള് നെക്സ്റ്റ് ട്രിപ്പ് ഇനി നെക്സ്റ്റ് ട്രിപ്പ് വൃന്ദാവനത്തേക്കായിരിക്കും പ്രഭുവിന്റെ യാത്ര. നമ്മൾ അത് രാധാറാണി തന്നെ തീരുമാനിക്കട്ടെ മാതാജി. നമുക്ക് അവിടെ നിന്ന് ഒരു വിളി വരണ്ടേ, അല്ലാതെ നമുക്ക് ശരിയാകത്തില്ലല്ലോ. അപ്പത്തേന് വൃന്ദാവനത്തിലേക്ക് പോകാനായിട്ടുള്ള യോഗ്യത എനിക്കായിട്ടില്ല മാതാജി. അത് ജഗസാക്ഷി പ്രഭുവിന്റെ യോഗ്യത കാരണം പോയല്ലേ അന്ന്, അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ട് പോയതാണോ? അല്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളിൽ കൂടെ കണ്ട വൃന്ദാവനമല്ല നമ്മൾ അന്ന് കണ്ടത്. ഇനി പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മൾ കുറെ ക്ലാസ്സുകളൊക്കെ 2 വർഷത്തോളം അറ്റൻഡ് ചെയ്തു, നമ്മൾ കുറെ കേട്ടു. ഇനി പോകുമ്പോൾ ഒന്നുകൂടെ മധുരമായിരിക്കും. അത് കഴിഞ്ഞ് ഒന്നുകൂടെ പോകുമ്പോൾ വീണ്ടും മധുരം കൂടിക്കൂടി വരും. അതാണ് ആ വൃന്ദാവനത്തിൽ നമ്മൾ ചില ആൾക്കാർ ടൂറിന് പോകുന്നുണ്ട്. ടൂറിന് പോയിട്ട് ഇതാണോ വൃന്ദാവനം, അവിടെ ഒന്നുമില്ല, ഒരു പൂക്കൾ പോലും കാണാനില്ലെന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാരുണ്ട് വെറുതെ ടൂറിന് പോകും. എന്നിട്ട് അവർ ഉടനെ പറയും നമുക്ക് ഇന്ന് ആഗ്രയിലേക്ക് പോവാം താജ്മഹൽ കാണാനായിട്ട്, ആ ഒരു ശവകുടീരം കാണാനായിട്ട് പോകാനായിട്ട് അവർക്ക് ആഗ്രഹം. പക്ഷെ ഭഗവാന്റെ ലീലകൾ മുഴുവൻ നടന്ന് ഈ സ്ഥലം ഇവിടെ കിടക്കുന്നു എന്നിട്ടാണ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. നമ്മൾ ഈ ഭഗവാന്റെ ഭക്തിയും അങ്ങനെ ഭക്തി ഇല്ലാത്ത ആൾക്കാരോട് ഇത് പറഞ്ഞിട്ടും, ഭക്തി ഇല്ലാത്ത ആൾക്കാരോട് എത്ര നമ്മൾ കാര്യമില്ല. പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. ഭഗവാന്റെ ലീലകളും ഭഗവാൻ അതെ. ചെയ്ത കാര്യങ്ങളെ പറ്റി വിമർശിക്കുന്ന ഒരാള് ഇതിന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച ഒരു വ്യക്തിയാണ്. ഒരു ഒരു 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരുപാട് ജ്ഞാനമാർഗമുണ്ട്. ജ്ഞാനത്തിലങ്ങ് ഭയങ്കര വിദ്യാഭ്യാസമാണെങ്കിലും വിവരമാണെങ്കിലും ഇപ്പൊ ചെയ്യുന്ന പ്രൊഫഷൻ ആണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം വലിയൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം ജ്ഞാനം വളരെ കൂടുതലാണ്, പക്ഷെ ഭക്തി ഒരു ശകലം പോലും ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇദ്ദേഹം ഭഗവാനെ പറ്റി അതും ഇതെല്ലാം പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ പറഞ്ഞ് ആർഗ്യുമെന്റ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പം അദ്ദേഹത്തെ വാദിച്ച് ജയിക്കാനും നമുക്ക് പറ്റത്തില്ല. കാര്യം അദ്ദേഹം പറയുന്ന വാദങ്ങൾ, സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് ആണ്. അപ്പൊ സുപ്രീം കോടതിയിലെ ആ വാദിക്കുന്ന രീതിയിൽ പറഞ്ഞ് നമുക്കൊന്നും വാദിച്ച് ജയിക്കാൻ പറ്റത്തില്ല. ഞാനപ്പോ അന്നേ ബ്ലോക്ക് ചെയ്തു. കാര്യം ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ട് നമുക്ക് വേറൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ബ്ലോക്ക് ചെയ്തു. അത് ഞാൻ അദ്ദേഹം മെസ്സഞ്ചറിൽ കൂടെ എനിക്കൊരു മെസ്സേജ് ഒരു 3-4 ദിവസം മുന്നേ അയച്ചു. അപ്പം വിവരങ്ങളൊക്കെ ചോദിച്ചു, നാട്ടിൽ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ടെന്നോ എന്തൊക്കെ അറിഞ്ഞു, അപ്പൊ അതിന്റെ ലിങ്കൊക്കെ അയച്ചു തരാമോ, താനൊരു ആചാര്യനെ പോലെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു 4 വർഷം കൊണ്ട് ആൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്ന് കാണുമെന്ന് വിചാരിച്ച് ഞാനൊരു ക്ലാസ്സിന്റെ ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തു. അത് കേട്ടിട്ട് ഉടനെ തന്നെ എന്നോട് ചോദിച്ചു പരശുരാമൻ എന്തിനാണ് അമ്മയെ വധിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായി ആളൊട്ടും മാറിയിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പോഴും താൻ എന്താ പറഞ്ഞ പഴയ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്, ഒരു ശകലം വ്യത്യാസം പോലും ഇല്ല. എനിക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു തരാനുള്ള അത്ര വിവരമൊന്നും എനിക്കില്ല, നോളേജ് ഒന്നും ഇല്ല. അത് എന്താണ് ഒരു ഭക്തനാകാതെ ഇതൊന്നും മനസ്സിലാകത്തുമില്ല. എന്നിട്ട് ഞാൻ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുന്ന ഒരു യൂട്യൂബിൽ നിന്നൊരു വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം അത് കേട്ടിട്ട് എനിക്ക് വേറൊരു വീഡിയോ അയച്ചു തന്നു, വിമർശിച്ചെഴുതുന്ന ഒരാളുടെ. അമ്മയെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഇതല്ലല്ലോ. അപ്പൊ അത് എന്തിനാണെന്ന് നമ്മള് ഭാഗവതം പഠിച്ച ആൾക്കാർക്ക് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ അതെന്തായിരുന്നു, എന്തിനാണെന്ന് വേണ്ടിയിട്ട്. അല്ലാത്ത ആൾക്കാരോട് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവരത് ഉൾക്കൊള്ളത്തില്ല. അതിന് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും അതെ. പറയും. ഭഗവാന്റെ ലീലകളൊക്കെ, ഭഗവാന് 16,108 ഭാര്യമാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തുമാത്രം കേൾക്കുന്നു അല്ലേ.
അത് ഭഗവാന്റെ പരമ ദിവ്യോത്തമ പുരുഷത്വം മനസ്സിലാക്കാത്ത ആൾക്കാർക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവര് എത്ര വർഷം ജനിച്ചു മരിച്ചും വന്നാലും ജന്മം എടുത്താലും ഇവർക്ക് അതിനൊരു കൃപ കിട്ടുന്നില്ല. പക്ഷെ ഭഗവാന്റെ കൃപ എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകും. സമൂഹ സർവഭൂതേഷു എന്നാണ് ഭഗവാൻ പറയുന്നത്. എല്ലാവരിലും കൃപ ഉണ്ടാകും. പക്ഷെ അതിലെ ഭക്തന്മാർക്ക് മാത്രം ഭഗവാൻ എന്താണ് ഒരു പ്രത്യേക മമത ഭഗവാൻ ഉണ്ടാകും. അല്ലാതെ മക്കളോട് എല്ലാവരോടും വികലാംഗരാണ് എന്ന് ഒക്കെ പറഞ്ഞ് ഒരു അമ്മയ്ക്ക് 5 മക്കളുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടെന്ന് വെച്ചിട്ട് അമ്മയ്ക്കോ അച്ഛനോ ഒന്നും അവരോടൊന്നും സ്നേഹത്തിന്റെ ഒരു കുറവും വരത്തില്ല അല്ലെ. എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും. പക്ഷെ ചില മക്കളോട് ചെറിയ വാത്സല്യം കൂടുതൽ കാണും എന്ന് പറഞ്ഞ പോലെ ഭഗവാനും നമ്മളോട് അതുപോലെയാണ്. ഭഗവാന്റെ ഭക്തരോട് ചെറിയ ചായ്വുണ്ടാവും അല്ലെ. കാര്യം ഭഗവാൻ ഒരു കള്ളനാണല്ലോ ശരിക്കും, അല്ലെങ്കിൽ കള്ള തിരുമാലി എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ഈ സമഭാവനയൊക്കെ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാലും അടുത്ത ശ്ലോകത്തിൽ പറയുവാണ് ഒരു ചെറിയ ചായ്വ് വരുമെന്ന് അല്ലെ എന്റെ ഭക്തരോടല്ലേ. പിന്നെ എന്റെ ഭക്തനെ ഒരിക്കലും ഞാൻ താഴാനായിട്ട് അനുവദിക്കത്തില്ല. നമയ ഭക്ത പ്രണശ്യതി, വീഴ്ച വരാനായിട്ട് അനുവദിക്കത്തില്ല എന്നും പറയുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഈ രണ്ട് കാര്യങ്ങളും ഭഗവാൻ പറയുന്നുണ്ട്. പ്രഭുജി ലീവായിക്കോട്ടെ. ആ ലീവായിക്കോ മാതാജി, ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തിരുത്താനായിട്ട് പോയാൽ നമുക്ക് സാധ്യമല്ല. അപ്പൊ നമ്മൾ ശരിക്കും ആചാര്യന്മാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് നമ്മൾ ഇതിന്റെ ശരിയായിട്ടുള്ള സ്രോതസ്സിൽ നിന്ന് പഠിച്ച് നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോയി അങ്ങനെ കുറേ കാര്യം. അദ്ദേഹം വൃന്ദാവനത്തിന്റെ അടുക്കലൊക്കെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് പോകാനൊരു കൃപ കിട്ടുമോ, നല്ലൊരു അസോസിയേഷൻ കിട്ടിയിട്ടോ ഇല്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഈ രീതിയിൽ ചിന്തിക്കുന്നതും പറയുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മൾ ആർഗ്യുമെന്റിന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ജയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളിടത്ത് നമ്മൾ നിർത്തുക, നമ്മൾ ഭഗവാൻ വിട്ടുകൊടുക്കാതെ അവരെ ഏതെങ്കിലും ജന്മത്തില് എന്ത് ചെയ്യാം, അവർക്ക് ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ നടക്കത്തുള്ളൂ. അപ്പൊ മാതാജിക്ക് ഒരു നല്ല കൃഷ്ണാനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ. വൃന്ദാവനത്തിൽ പോയിട്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പൂർണ്ണമായിട്ടും വൃന്ദാവന ഗോപികമാർ നടന്ന വഴികളിൽ കൂടെ നടന്നിട്ട് ഗോപികമാർ നടന്ന ധൂളികൾ എടുത്ത് ശിരസിൽ ധരിക്കുക. ഒരു ഭക്തിയുടെ ഒരു ഭക്തി ലതാബീജം ഇങ്ങനെ നമ്മുടെ ദേഹത്തൂടെ പടർത്തുക. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വൃന്ദാവന രേണുക്കൾ തന്നെ ഉണ്ടാകട്ടെ. അതിങ്ങനെ പ്രേമഭക്തി ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ വിരാജിക്കട്ടെ, അങ്ങനെ പൂത്തുലയട്ടെ എന്നൊക്കെ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു മാതാജിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് മാതാജി അവിടെ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൂ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്ധിഭ്യവച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കീ ജായ്.